പ്രാർത്ഥനയോടുകൂടി ഈ വചന ശുശ്രൂഷയിലേക്ക് വീണ്ടും പ്രവേശിക്കാം. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു. രക്ഷിക്കാനാവാത്ത വിധം കരങ്ങൾ കുറുകിപ്പോയിട്ടില്ലാത്ത കർത്താവേ, കേൾക്കാനാവാത്ത വിധം ചെവികൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ലാത്തവനായ നല്ല ദൈവമേ, ഞങ്ങളുടെ അലച്ചിലുകൾ എണ്ണിക്കൊണ്ട് ഞങ്ങളുടെ കണ്ണുനീരിനെ എടുത്ത് കുപ്പിയിൽ സൂക്ഷിക്കുന്ന പിതാവായ ദൈവമേ, ഞങ്ങളുടെ ഈ മണിക്കൂറിനെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളിതാ സമർപ്പിക്കുന്നു. പിതാവായ ദൈവമേ, അവിടുത്തെ പുത്രനായ ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഈ സമൂഹത്തിലേക്ക് അവിടുന്ന് വർഷിക്കണമേ. മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന വസന്തവൃഷ്ടി പോലെ എൻ്റെ ആത്മാവിനെ നിൻ്റെ മേൽ ഞാൻ വർഷിക്കും എന്നരുളിച്ചെയ്ത നല്ലവനായ ദൈവമേ, ഞങ്ങളുടെ ഈ സമൂഹത്തിലെ ഓരോ വ്യക്തിയിലേക്കും ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായിരിക്കുന്ന എല്ലാ വ്യക്തികളിലേക്കും നിന്റെ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ എന്ന് ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. ജെറമ്യാസ് പ്രവാചകനിലൂടെ നീ അരുളി ചെയ്തു, വിലകെട്ടവ പറയാതെ സത്യം മാത്രം സംസാരിച്ചാൽ നിന്റെ നാവിനെ ഞാൻ എൻ്റെ നാവാക്കി മാറ്റും. വിലകെട്ടവ പറയാതെ സത്യം മാത്രം സംസാരിച്ചാൽ നിന്റെ നാവിനെ ഞാൻ എൻ്റെ നാവാക്കി മാറ്റും. വീണ്ടും ജെറമ്യായിലൂടെ അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്നു, നിന്റെ നാവിൽ എൻ്റെ വചനത്തെ ഞാൻ അഗ്നിയാക്കി മാറ്റും. നിന്നെ ശ്രവിക്കുന്ന ജനത്തെ ഞാൻ ഉണങ്ങിയ വിറകാക്കി മാറ്റും. ഉണങ്ങിയ വിറകിലേക്ക് അഗ്നി ഇറങ്ങുന്നത് പോലെ ദൈവമായ കർത്താവേ, നിന്റെ വചനത്തിൻ്റെ അഗ്നി ഈ നിമിഷം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് ഇറങ്ങട്ടെ. വചനവും വചനം മാംസമായി മാറുന്ന വിശുദ്ധ കുർബാനയിലൂടെ ഞങ്ങൾക്ക് സൗഖ്യം നൽകുന്ന പിതാവായ ദൈവമേ, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ അരൂപിയെ വർഷിച്ച് അറപ്പുള്ളത് കഴുകണമേ, വാടിപ്പോയത് നനയ്ക്കണമേ, മുറിവേറ്റിരിക്കുന്നത് സൗഖ്യമാക്കണമേ, രോഗപ്പെട്ടത് അവിടുന്ന് പൊറിപ്പിക്കണമേ. അമ്മേ മാതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി ഈ മണിക്കൂറിൽ അവിടുന്ന് മധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും യാതനകളും തിരുസന്നിധിയിൽ ഞങ്ങളിതാ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. പ്രിയ സഹോദരങ്ങളെ, നാമൊക്കെ ഇന്ന് ജീവിക്കുന്നത് ഒരു ആഗോള സംസ്കാരത്തിലാണ്, ഒരു ആഗോള ഗ്രാമത്തിലാണ്. ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും ഒക്കെ കണ്ടുപിടുത്തങ്ങളുടെ ഫലമായി നമ്മളിന്ന് കൂടുതൽ അടുത്തിരിക്കുകയാണ്. അടുത്ത വീട്ടുകാരുമായിട്ട്, നാട്ടുകാരുമായിട്ട്, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായിരിക്കുന്ന വ്യക്തികൾക്ക് ഇപ്പോൾ ഈ നിമിഷത്തിൽ തന്നെ വചനം കേൾക്കുവാനും അതിൽ പങ്കുചേരുവാനായിട്ട് സാധിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഒരു വളർച്ചയാണ്. അപ്പോൾ ഒരർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകത്തിൽ വിവിധ ഗ്രാമങ്ങളെയും വ്യക്തികളെയും സമൂഹങ്ങളെയും എല്ലാം ശാസ്ത്ര സാങ്കേതിക വിദ്യ കൊണ്ട് ഒന്നിപ്പിക്കാനായിട്ട് സാധിച്ചു. ഇത് ശാസ്ത്രത്തിൻ്റെ ഒരു നേട്ടമാണ്. എന്നാൽ ഈ ശാസ്ത്രത്തിൻ്റെ ഒരു നേട്ടത്തോടൊപ്പം മറുവശത്ത് നമ്മൾ കാണുന്ന ബന്ധങ്ങളുടെ ഒരു തകർച്ച. ഒരു വശത്ത് സയൻസും സാങ്കേതിക വിദ്യയും നമ്മളെ ഒന്നിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ, രാജ്യങ്ങളെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, ഗ്രാമങ്ങളെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, വ്യക്തികളെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വൈരുദ്ധ്യം, ഹൃദയങ്ങൾ തമ്മിൽ അകലുന്ന അവസ്ഥ, മാനസികമായിട്ട് അകലുന്ന, ഭാര്യയും ഭർത്താവും തമ്മിൽ അകലുന്ന, മാതാപിതാക്കളും മക്കളും തമ്മിൽ അകലുന്ന ബന്ധങ്ങളുടെ ഒരു തകർച്ചയുടെ യുഗത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഈ തകർച്ചയുടെ യുഗത്തിൽ തമ്പുരാന് എങ്ങനെ ഈ ബന്ധങ്ങളെ തന്നോട് ചേർത്ത് കെട്ടിയെടുക്കാൻ സാധിക്കും, എങ്ങനെ നമ്മുടെ ബന്ധങ്ങളെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും എന്ന് വചനത്തിൻ്റെ പിൻബലത്തിൽ നമ്മളിന്ന് അന്വേഷിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, തകരുന്ന ബന്ധങ്ങളെ തമ്പുരാൻ എങ്ങനെ തന്നോട് ചേർക്കുന്നു, അനുരഞ്ജനത്തിൻ്റെ വഴിയിലൂടെ ദൈവം നമുക്ക് എങ്ങനെ സൗഖ്യം നൽകുന്നു, ക്ഷമയിലൂടെ ദൈവം തമ്പുരാൻ നമുക്കെങ്ങനെ സൗഖ്യം നൽകാനായിട്ട് സാധിക്കും, ക്ഷമിച്ചുകൊണ്ട് നമുക്കെങ്ങനെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട മനുഷ്യരായിട്ട് തീരാൻ സാധിക്കും, ക്ഷമിച്ചുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ദൈവമക്കളായി തീരാൻ സാധിക്കും എന്നുള്ള ചിന്തയാണ് നാം ഇപ്പോൾ ഈ മണിക്കൂറിൽ ഇവിടെ പങ്കുവയ്ക്കാനായിട്ട് പോവുക. ഇതിന് മറ്റൊന്നിലേക്കും നമ്മൾ ശ്രദ്ധ തിരിക്കുന്നില്ല, ഈശോയുടെ വചനത്തിലേക്ക് തന്നെ നമ്മൾ തിരിയുകയാണ്. ലൂക്കാസ് സുവിശേഷം 23-ാം അധ്യായം 34-ാമത്തെ വചനം. കാൽവരിയുടെ നെറുകയിൽ കുരിശിന്റെ വിരിമാറിൽ കിടന്നുകൊണ്ട് കർത്താവായ ഈശോ മിശിഹ തൻ്റെ മുഖത്ത് തുപ്പിയവരുടെയും തൻ്റെ മുഖം വികൃതമാക്കിയവരുടെയും മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല,
ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച കർത്താവ് ഈശോ മിശിഹായുടെ കുരിശിന്റെ ചുവട്ടിലേക്ക് ഈ ഒരു മണിക്കൂർ ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ കുരിശിന്റെ ചുവട്ടിൽ നമുക്കായിരിക്കാം. കുരിശിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ഈ കുരിശിലേക്ക് നമുക്ക് നോക്കാം. 34-ാം സങ്കീർത്തനം 5-ാം വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, അവനെ നോക്കിയവര് പ്രകാശിതരായി. ലുക്ക് ടു ഹിം ആൻഡ് ബി റേഡിയന്റ്. അവനെ നോക്കിയവരൊക്കെ പ്രകാശിതരായി. അവനെ നോക്കാത്തവർ ഇന്ന് അന്ധകാരത്തിലാണ്. തകർച്ചയുടെ നിമിഷങ്ങളിൽ തമ്പുരാനിലേക്ക് നോക്കാത്തവരൊക്കെ ഇന്ന് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ ലോകത്തില് ബെനഡിക്ട് 16-ാം മാർപ്പാപ്പ പഠിപ്പിക്കുന്നത് പോലെ ശാസ്ത്രം നമ്മളെ രക്ഷിക്കില്ല, സ്നേഹം മാത്രമേ നമ്മെ രക്ഷിക്കൂ. സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും ഇന്ന് ശാസ്ത്രം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾക്കുപരിയായിട്ട് ചെയ്യാൻ സാധിക്കും. ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ നിഷേധിക്കുകയല്ല. ഹൃദയങ്ങളെ ചേർത്ത് കെട്ടണമെങ്കിൽ അത് പ്രാർത്ഥനയ്ക്കും സ്നേഹത്തിനും മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മുടെ കുടുംബങ്ങൾ ഇന്ന് തകർച്ചയുടെ വക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അനുഭവമാണ്. ബന്ധങ്ങളുടെ തകർച്ച അനുഭവിക്കാത്ത ഒരു വ്യക്തിയും, പ്രായപൂർത്തിയായ ഒരു വ്യക്തിയും ഈ സമൂഹത്തിൽ ഇല്ല എന്ന്, നമ്മുടെ നാട്ടിലില്ല എന്ന്, ഈ ലോകത്തിലില്ല എന്ന് അസന്നിഗ്ധമായിട്ട് പറയുവാനായിട്ട് സാധിക്കും. ബന്ധങ്ങളുടെ തകർച്ചയിലൂടെ മനുഷ്യരെന്ന് നീങ്ങിക്കൊണ്ടിരിക്കുക. ഭർത്താവിന് ഭാര്യയെ മനസ്സിലാക്കുന്നില്ല, ഭാര്യയ്ക്ക് ഭർത്താവിനെ മനസ്സിലാക്കുന്നില്ല, മാതാപിതാക്കളുടെ ഭാഷ മക്കൾക്ക് മനസ്സിലാകുന്നില്ല, മക്കളുടെ ഭാഷ മാതാപിതാക്കൾക്ക് മനസ്സിലാകുന്നില്ലാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. നാം കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ അധ്യായങ്ങളിൽ തകർന്നു പോകുന്ന ഒരു ബാബേൽ ഗോപുരം. ഈ തകർന്നു പോകുന്ന ബാബേൽ ഗോപുരത്തിൽ അവർ പറയുന്ന ഭാഷ പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് കല്ലിന് പകരം മണ്ണ് കൊണ്ടുവരുന്നു, മണ്ണിന് പകരം കല്ല് കൊണ്ടുവരുന്നു. അവർ ചിതറിക്കപ്പെട്ടു. അഹന്തയുടെ ഭാഷ, സ്വാർത്ഥതയുടെ ഭാഷ ആർക്കും മനസ്സിലാകുന്നില്ല. എന്നാൽ പന്തക്കുസ്തിയിൽ നമ്മൾ കാണുന്നു, പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്നു കൊണ്ട് അപ്പസ്തോലന്മാർ പ്രാർത്ഥിക്കുന്ന നിമിഷത്തിൽ അവര് പറഞ്ഞ വാക്കുകൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്ന വ്യക്തികൾക്കൊക്കെ മനസ്സിലായി. ദൈവത്തിന്റെ ആത്മാവിന് നഷ്ടപ്പെട്ട സമൂഹത്തെ, നഷ്ടപ്പെട്ട കമ്മ്യൂണിക്കേഷൻസിനെ അല്ലെങ്കിൽ വിനിമയത്തെ വീണ്ടും പുനരുദ്ധരിക്കാനായിട്ട് സാധിക്കും. ഇന്ന് ഈ ആത്മാവിന്റെ അഭിഷേകമാണ് നമുക്ക് വേണ്ടത്. തകർന്ന ബന്ധങ്ങളെ തന്നോട് ചേർക്കാൻ, തമ്പുരാനോട് ചേർന്ന് നിൽക്കാൻ ദൈവമായ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈശോ പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ഈ ഇരിക്കുന്നവരൊക്കെ ഒരുപാട് ധ്യാനങ്ങൾ കൂടിയിട്ടുള്ളവരാണ്. പല അവസരത്തിലും നമ്മൾ കേട്ടിട്ടുണ്ട് ക്ഷമിക്കണം ക്ഷമിക്കണമെന്ന്. ചിലർ പറയും ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ക്ഷമയെപ്പറ്റി തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് തോന്നുകയാണ്. ചിലരൊക്കെ പറയാറുണ്ട് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ മറക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യം മറന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ക്ഷമിച്ചിട്ടില്ല എന്നൊക്കെ ചിലപ്പോഴൊക്കെ നമ്മൾ കേൾക്കും. എന്നാൽ സത്യം നമ്മൾ തിരിച്ചറിയണം. ക്ഷമിക്കുക എന്ന് പറയുന്നതും മറക്കുക എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. മനുഷ്യ മനസ്സിനെ ഒന്നും മറക്കാനാവില്ല. ഈ ഇരിക്കുന്ന നിങ്ങൾ ആർക്കെങ്കിലും പറയുവാനായിട്ട് സാധിക്കുമോ, നിങ്ങളുടെ ജീവിതത്തിൽ ഓർമ്മ വെച്ച നാളെ തൊട്ട് നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ മാരകമായി മുറിവേറ്റിട്ടുണ്ടെങ്കിൽ ആ മുറിവേറ്റ അനുഭവങ്ങളൊന്നും നിങ്ങളുടെ മനസ്സിൽ നിന്നും മറക്കാനായിട്ട് നിങ്ങൾക്കാർക്കും സാധിച്ചിട്ടില്ല, നമുക്കാർക്കും സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ പിന്നെ എന്താണ് പറയുക? നാട്ടുഭാഷയിൽ നമ്മൾ പറയും കാലം മായ്ക്കാത്ത മുറിവില്ല എന്ന്. ഒരു കാലഘട്ടം കഴിയുമ്പോൾ, ഒരു സമയം കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലേറ്റിരിക്കുന്ന എത്ര കഠിനമായ മുറിവാണെങ്കിലും വെള്ളത്തിലേക്ക് ഭാരമുള്ള വസ്തു വീഴുമ്പോൾ ആ വെള്ളത്തിനടിയിലേക്ക് തകർന്നു വരുന്നത് പോലെ മനുഷ്യ മനസ്സിന്റെ ആഴങ്ങളിലേക്ക്, ഉപബോധ മനസ്സിലേക്ക്, അബോധ മനസ്സിലേക്ക് അടിഞ്ഞുകൂടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മനുഷ്യ മനസ്സിനൊന്നും മറക്കാൻ പറ്റില്ല, മനുഷ്യ മനസ്സിന് മറയ്ക്കാൻ പറ്റും. അങ്ങനെ മറച്ചിടുന്ന ഉപബോധ മനസ്സിലേക്ക് നമുക്ക് മറച്ചിടാൻ സാധിക്കും. അതാണ് നമ്മൾ പറയുക കാലം മായ്ക്കാത്ത മുറിവെന്ന്. കാലം കുറച്ച് കഴിയുമ്പോൾ ഏത് പ്രശ്നങ്ങളായാലും അത് കുറെയെല്ലാം മാറും, കുറെയെല്ലാം ആശ്വാസം കിട്ടുമെന്ന്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വളരെ കഠിനമായ വേദനകൾ അനുഭവിക്കേണ്ടി വന്നു കഴിഞ്ഞാലും കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ക്രമേണ ആ വേദനയിൽ നിന്ന് മുക്തി പ്രാപിക്കുക. എന്നാൽ ഓർമ്മയിലേക്ക് വരുമ്പോൾ ചിലപ്പോഴൊക്കെ ആ സംഭവങ്ങൾ വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക. അപ്പോൾ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ മറക്കുകയല്ല. നമുക്ക് പലപ്പോഴും മറക്കാനായിട്ട്, താൽക്കാലികമായിട്ട് മറക്കാൻ സാധിക്കും, എന്നാൽ മനുഷ്യ മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ടും മറന്നു കളയാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ വേറെ ചിലർ പറയും ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അതായത് ഒന്നും മിണ്ടാതിരിക്കുകയാണ്. ഒന്നും മിണ്ടാതിരിക്കുന്നത് കൊണ്ടോ നിശബ്ദത പാലിച്ചത് കൊണ്ടോ അത് ക്ഷമയാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. വേറെ ചിലർ പറയാറുണ്ട് 2 കൈ കൊട്ടിക്കഴിഞ്ഞാൽ അല്ലേ ശബ്ദം കേൾക്കത്തുള്ളൂ, അതുകൊണ്ട് 1 കൈ കൊട്ടാതെ 2 കൈ തമ്മിൽ കൂട്ടിച്ചേരാതിരുന്നാൽ മതി, പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ ക്ഷമിക്കുകയാണ്. ഇതും ശരിയായ രീതിയിലുള്ള ക്ഷമയല്ല. അങ്ങനെയെങ്കിൽ എന്താണ് ഈ ക്ഷമിക്കുക എന്നതുകൊണ്ട് ഈശോ മിശിഹാ തന്നെ നമ്മളെ പഠിപ്പിച്ചു. മറ്റൊരിടത്തിലേക്കും പോകണ്ട, ഒരു വ്യക്തിയിലേക്കും പോകണ്ട, ഒരു പ്രസ്ഥാനത്തിലേക്കും പോകണ്ട. ഈശോയുടെ വചനം തന്നെയാണ് എന്താണ് ക്ഷമയെന്ന് വളരെ വ്യക്തമായ രീതിയിൽ നമ്മളെ പഠിപ്പിക്കുക. കാൽവരിയിലെ മരക്കുരിശിൽ കിടന്നുകൊണ്ട് അവിടുന്ന് അവസാനമായിട്ട് പ്രാർത്ഥിച്ച മരണമന്ത്രമാണ് എന്താണ് ക്ഷമയെന്ന് പറയുക. ഈശോടെ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്നുള്ള കാര്യം ഇവർ അറിയുന്നില്ല. ഇവരറിയുന്നില്ലാത്തത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. അതായത് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ മറക്കുകയല്ല, ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുകയാണ്.
ഫോർഗീവിങ് ഈസ് ഈക്വൽ ടു അണ്ടർസ്റ്റാൻഡിങ്. ക്ഷമിക്കുക സമം മനസ്സിലാക്കുക. വിശദീകരണം ആവശ്യമുള്ള ഒരു പ്രമേയമായത്. നമ്മളൊരു വ്യക്തിയെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു വ്യക്തിയെ വെറുക്കാനാവില്ല. നമ്മൾ മറ്റൊരു വ്യക്തിയെ വെറുക്കുന്നത് പലപ്പോഴും ആ വ്യക്തിയെ നമുക്ക് വേണ്ട വിധത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കാതെ പോകുന്നത് കൊണ്ടാണ്. ഒരു ട്രെയിനിൽ ഒരപ്പനും 2 മക്കളും യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്യുന്ന അവസരത്തിൽ ഈ മനുഷ്യൻ ട്രെയിനിന്റെ സൈഡ് സീറ്റിൽ ഇരുന്നു കൊണ്ട് ഉറങ്ങുകയാണ്. ഇദ്ദേഹത്തിന്റെ 2 കൊച്ചുകുട്ടികൾ ഈ ട്രെയിനിൽ ഓടിച്ചാടി നടന്ന് മറ്റു പല മനുഷ്യർക്കും അസ്വസ്ഥത സൃഷ്ടിക്കുക. ഉച്ചസ്വരത്തുള്ള വർത്തമാനങ്ങളും പാട്ടുകളും ഒക്കെ പാടിക്കൊണ്ട് ഈ കുട്ടികൾ ഇങ്ങനെ അസ്വസ്ഥരായിട്ട് ഓടി നടക്കുമ്പോൾ പത്രം വായിച്ചുകൊണ്ടിരുന്ന ചിലർക്കൊക്കെ അരിശം വന്നു. അവസാനം അവർ 1-2 പേര് ഈ ഉറങ്ങിക്കൊണ്ടിരുന്ന മനുഷ്യന്റെ അടുത്ത് ചെന്നിട്ട് അയാളെ തട്ടി ഉണർത്തിക്കൊണ്ട് ചോദിച്ചു, തന്റെ പിള്ളേർ ഈ ട്രെയിനിൽ കിടന്ന് വഴക്കുണ്ടാക്കുന്നില്ല, നിങ്ങൾ കണ്ടില്ലേ, എന്തൊരു ഒച്ചയും ബഹളമായി പിള്ളേരുണ്ടാക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഈ മനുഷ്യനോട് കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചു. അയാൾ പെട്ടെന്ന് ഉറക്കത്തിൽ ഉണർന്നെഴുന്നേറ്റിട്ട് ആ ചേട്ടൻ അവരോട് പറഞ്ഞു, ക്ഷമിക്കണം, എൻ്റെ ഭാര്യ കുറേ നാളായിട്ട് അസുഖമായിട്ട് കിടക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം അവൾ മരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ജോലി ചെയ്യുന്ന വേറൊരു സ്ഥലത്താണ്. എൻ്റെ ഭാര്യയെ അടക്കിയ ശേഷം ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക്, മറ്റൊരു സ്ഥലത്തേക്ക്, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോവുകയാണ്. 2-3 ദിവസമായി ഉറങ്ങിയിട്ട്, അതുകൊണ്ട് എനിക്ക് ഉറങ്ങാനൊന്നും സാധിച്ചില്ല. അതുകൊണ്ട് ട്രെയിനിൽ കയറിയ ഉടനെ തന്നെ ഞാൻ ഉറങ്ങുകയായിരുന്നു. എനിക്ക് കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കാനായിട്ട് സാധിച്ചില്ല എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ അവരോട് പറഞ്ഞപ്പോൾ ആ ട്രെയിനിൽ ഉണ്ടായിരുന്ന മുഴുവനും മനുഷ്യർക്കും ഈ മനുഷ്യനോട് ഒരു അനുകമ്പയുടെ വികാരം. ഞങ്ങൾ ഈ കാര്യം അറിയാതെയാണല്ലോ ഭാര്യ മരിച്ചതിന്റെ ദുഃഖത്തിൽ അസ്വസ്ഥനായിട്ട് സങ്കടപ്പെട്ട് ഏകാന്തനായിട്ട് കടന്നു പോരുന്ന ആ മനുഷ്യനെ ഞങ്ങൾ തെറ്റിദ്ധരിച്ചല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന മനുഷ്യർക്കെല്ലാം ഈ മനുഷ്യരോട് മറ്റൊരു മനോഭാവത്തിലേക്ക് വരികയത്. ക്ഷമിക്കുക എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത് തന്നെയാണ്. മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കാരെയും വെറുക്കാനാവില്ല. നമ്മൾ ഇന്ന് ആരെയെങ്കിലും വെറുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാന കാരണം നമ്മൾ ആ വ്യക്തികളെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞു, ഈശോ പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല. ഈശോയെ പീഡിപ്പിക്കുന്നത് ആരാണ്? ഇന്നലെ ബെനഡിക്ട് 16 മാർപ്പാപ്പ ഇറക്കിക്കുന്ന പുതിയ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു, യഹൂദന്മാർ എല്ലാവരുടെ കൂടി ഈശോയെ പീഡിപ്പിച്ചില്ല. യഹൂദ സമുദായത്തിലെ ഏതാനും ചില വ്യക്തികൾ, ചില മതനേതൃത്വത്തിൽപ്പെട്ട ചില വ്യക്തികൾ, ചില രാഷ്ട്രീയ അധികാരികൾ അവരുടെ വളർച്ചയ്ക്ക് വിഘാതമാണ് യേശു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരാണ് ചില ആൾക്കാരെ സംഘടിപ്പിച്ച് യേശുവിനെ വധിക്കുന്നതിന് കൂട്ടുന്നത്. അല്ലാതെ ഒരു യഹൂദ സമുദായം മുഴുവനും ഈശോ മിശിഹായെ പീഡിപ്പിച്ചിട്ടില്ല എന്ന് സഭയുടെ തലവൻ ഇന്നലെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുക കൂടി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈശോയെ വേദനിപ്പിച്ചത് ആരാണ്? നമ്മുടെ ഇന്നത്തെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗുണ്ടകളെന്ന് വിശേഷിപ്പിക്കാവുന്ന, അല്ലെങ്കിൽ എന്ത് അക്രമവും ചെയ്യാനായിട്ട് കാശ് കൊടുത്താൽ ചെയ്യുന്ന ഒരു കൂട്ടം മനുഷ്യരെ ഈ മത നേതൃത്വവും അതുപോലെ രാഷ്ട്രീയ നേതൃത്വവും കൂട്ടിച്ചേർത്തുകൊണ്ട് ഈശോ മിശിഹായെ പീഡിപ്പിക്കുക. അതുകൊണ്ട് ഈശോയ്ക്ക് അറിയാം എന്നെ അടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നവരുടെ പിന്നിലുള്ള വ്യക്തികൾ ആരാണെന്ന്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. അപ്പോൾ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുകയാണ്. നമ്മൾ വീണ്ടും അല്പം കൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, നമ്മളൊരു വ്യക്തി മനസ്സിലാക്കി കഴിയുമ്പോൾ കൃപയില്ലാത്ത അവസരത്തിലാണ് വ്യക്തികളൊക്കെ പാപം ചെയ്യുക. നമ്മൾ പൊതുവെ പറയുന്നുണ്ട് പാപം ചെയ്യുമ്പോഴാണ് കൃപ നഷ്ടമാകുക എന്ന്. എന്നാൽ നേരെ തിരിച്ചാണ് യാഥാർത്ഥ്യം. കൃപ നഷ്ടപ്പെടുമ്പോഴാണ് ഒരു വ്യക്തി പാപത്തിലേക്ക് നീങ്ങുക. അതായത് എന്താണ് കൃപ എന്ന് പറഞ്ഞാൽ വചനം നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 19-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, വിശ്വാസികളായ തങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അവന്റെ പ്രാപവപൂർണമായ അപരിമേയമായ ശക്തിയുടെ ഒഴുക്ക്. അപ്പൊ ദൈവത്തിന്റെ ശക്തിയാണ് കൃപ എന്ന് പറയുന്നത്. ഒരർത്ഥത്തിൽ ദൈവത്തിന്റെ ശക്തിയാണ്. പ്രഭാഷകന്റെ പുസ്തകം 17-ാം അധ്യായം 3-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, കൃപ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശക്തിയാണ്. തൻ്റെ ശക്തിക്ക് സദൃശ്യമായ ശക്തി ദൈവം നമുക്ക് നൽകി. വീണ്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 12-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല, വെളിച്ചമാണ്. അപ്പൊ ദൈവത്തിന്റെ കൃപ എന്ന് പറഞ്ഞാൽ ദൈവിക ജ്ഞാനമാണ്, ദൈവിക വെളിച്ചമാണ്, ദൈവിക ശക്തിയാണ്. അപ്പോൾ ഈ ദൈവിക ജ്ഞാനവും ദൈവിക വെളിച്ചവും ദൈവിക ശക്തിയും ഉള്ള ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ വെറുക്കാൻ പറ്റില്ല. ഒരു ഉദാഹരണത്തോടെ ഞാൻ ഇവിടെ വ്യക്തമാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ധാരാളം നേഴ്സുമാരും ഡോക്ടേഴ്സൊക്കെ ഇരിപ്പുണ്ട്. നിങ്ങൾ ആശുപത്രിയിലായിരിക്കുന്ന നിമിഷത്തിൽ ഒരു തുള്ളൽപ്പനി പിടിച്ച ഒരു വ്യക്തിയെ, ഒരു പേഷ്യന്റിനെ കൊണ്ടുവരികയാണ്. ആ വ്യക്തിയെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ആ വ്യക്തി ചിലപ്പോൾ കൈകാലിട്ട് വിറപ്പിക്കും, നേഴ്സിനോടും ഡോക്ടേഴ്സിനോടൊക്കെ മോശമായി ചിലപ്പോൾ പെരുമാറിയെന്നിരിക്കും, അവിടെ വെച്ച് ഛർദ്ദിച്ചെന്നിരിക്കും, ചിലപ്പോൾ വഴക്കൂടിയെന്നൊക്കെ ഇരിക്കും. എന്നാൽ സാധാരണ രീതിയിൽ ഒരു നേഴ്സും ഒരു ഡോക്ടറും ഈ തുള്ളൽപ്പനി പിടിച്ച ഈ വ്യക്തിയെ ഒരിക്കലും ഉപദ്രവിക്കാറില്ല, തിരിച്ചു പറയാറില്ല. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ വ്യക്തി ഈ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നത്? ഈ വ്യക്തിയുടെ ഇമ്മ്യൂണിറ്റി പവറിൽ എന്തോ കുറവ് സംഭവിച്ചിരിക്കുന്നു. ഈ വ്യക്തിക്ക് രോഗം ബാധിച്ചിരിക്കുന്നു. രോഗത്തിന്റെ ലക്ഷണമാണ് ഈ മനുഷ്യ വ്യക്തി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഇതുപോലെ തന്നെ
ആത്മീയമായിട്ട് സ്പിരിച്വൽ ഇമ്മ്യൂണിറ്റി പവർ, ആത്മീയ പ്രതിരോധ ശക്തി, ദൈവകൃപ, ഇത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മനുഷ്യരൊക്കെ മൃഗത്തിന്റെ രീതിയിൽ പെരുമാറും. അതുകൊണ്ടാണ് എഫേസുസിലെ സഭയ്ക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തില് 17-ാമത്തെ വചനത്തില് പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഹൃദയം മരവിച്ച അവര് ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് എല്ലാവിധത്തിലുള്ള തിന്മകളിലും മനുഷ്യൻ ആവേശത്തോടെ മുഴുകി. അതായത് മനുഷ്യ വ്യക്തിയുടെ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞാൽ, മനുഷ്യന്റെ മെയിൻ സ്വിച്ച് എന്ന് വിശേഷിപ്പിക്കുന്ന മനുഷ്യന്റെ ബുദ്ധിയാണ്, മനുഷ്യന്റെ യുക്തിയാണ്. അപ്പൊ മനുഷ്യന്റെ ബുദ്ധിയിൽ അന്ധകാരം ബാധിച്ചു കഴിഞ്ഞാൽ മനുഷ്യ വ്യക്തി എല്ലാ തിന്മകളിലും ആവേശത്തോടെ മുഴുകും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 73-ാം സങ്കീർത്തനം 21-22 വചനങ്ങളിൽ സങ്കീർത്തകരുടെ അനുഭവം പങ്കുവയ്ക്കുന്നുണ്ട്. എന്റെ ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ, എന്റെ ഹൃദയത്തിന് മുറിവേറ്റപ്പോൾ ഞാൻ അജ്ഞനും മൂഢനുമായി തീർന്നു. അങ്ങയുടെ തിരുസന്നിധിയിൽ ഞാനൊരു മൃഗത്തെ പോലെ പെരുമാറി. സങ്കീർത്തകൻ പറയുകയാണ്, ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ, ഹൃദയത്തിന് മുറിവേറ്റപ്പോൾ ഞാൻ മൃഗത്തെ പോലെ പെരുമാറിയെന്ന്. നമ്മളൊക്കെ അനുദിനം പത്രങ്ങളിലൊക്കെ കേൾക്കുന്ന ഒരു സംഭവങ്ങളുണ്ട്. ഈ ആനയെ കൊണ്ട് നടക്കുന്ന ആനപ്പാപ്പാന്മാര്, ഈ ആനപ്പാപ്പാന്മാർ ഈ ആനയെ തൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ സ്നേഹിക്കും. അവർ ഏതെങ്കിലും ഒരു കടയിൽ പോയി അല്പം വെള്ളം കുടിക്കുകയാണെങ്കിൽ ഈ ആനയ്ക്ക് പഴം മേടിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ആ ആനയ്ക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കും. അങ്ങനെ സ്വന്തം കുഞ്ഞിനെ പോലെ വളർത്തിക്കൊണ്ടു പോരുന്ന ഈ ആനയ്ക്ക് ഒരു നിമിഷത്തിൽ ഭ്രാന്തളകി കഴിയുമ്പോൾ ഇത്രയും നാള് തനിക്ക് ചോറ് തന്ന, പഴം വാങ്ങിച്ചു തന്ന, സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തന്നെ കൂടെ കൊണ്ട് നടന്ന പാപ്പാന്റെ ഒരു കാലിൽ ചവിട്ടിപ്പിടിച്ചുകൊണ്ട് മറ്റേ കാലിങ്ങനെ വലിച്ചു കീറുകയാണ്. അല്ലെങ്കിൽ നമ്മൾ കാണുന്ന മറ്റു ചില അവസരങ്ങളിൽ ഈ പാപ്പാനെ തുമ്പിക്കൈ കൊണ്ട് ചുഴറ്റിയെടുത്തിട്ട് തെങ്ങിനിട്ടും കവനിട്ടും അടിച്ച് ഈ പാപ്പാന്റെ തലച്ചോറ് തെറിപ്പിച്ചിട്ട് നിൽക്കുന്ന ആനയെ കാണുന്നു. ഞാൻ മൃഗത്തെ പോലെ പെരുമാറി. ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ, ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞാൽ മനുഷ്യരൊക്കെ ഇത് ചെയ്യും. നമ്മളൊക്കെ പലപ്പോഴും ചോദിക്കാറുണ്ടല്ലോ, എത്രയോ നല്ല സ്നേഹമുള്ള വ്യക്തികളായിരുന്നു ആ ഭാര്യയും ഭർത്താവ്, എന്ത് സ്നേഹമുള്ളവരായിരുന്നു, എന്നിട്ട് എന്തുകൊണ്ടാണ് ആ ഭർത്താവ് ആ ഭാര്യയോട് ഇങ്ങനെ ചെയ്തത്, ആ മനുഷ്യൻ എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ സാധിച്ചു? വചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. അതായത് ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ, ഹൃദയത്തിന് മുറിവേറ്റപ്പോൾ, മനുഷ്യന്റെ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞാൽ മനുഷ്യൻ മൃഗത്തെ പോലെ തന്നെ പെരുമാറും. യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും പത്രങ്ങളിലൂടെ ഒക്കെ കേൾക്കുന്നു, സ്വന്തം പിഞ്ചു കുഞ്ഞിനെ മാതാപിതാക്കൾ നശിപ്പിക്കുന്നു, സ്വന്തം അപ്പൻ മക്കളെ നശിപ്പിക്കുന്നു, സ്വന്തം മാതാപിതാക്കൾ തന്നെ മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു. എങ്ങനെ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കും? മനുഷ്യന്റെ ബുദ്ധിയിൽ അന്ധകാരം ബാധിച്ചാൽ ഇത് സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദൈവമായ കർത്താവ് നമുക്ക് വചനത്തിലുള്ള വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ബുദ്ധിയിൽ അന്ധകാരം ബാധിച്ച മനുഷ്യൻ, ഹൃദയത്തിൽ അജ്ഞത ബാധിച്ച് ഹൃദയം കഠിനമായി എല്ലാ തിന്മകളിലും ആവേശത്തോടെ മുഴുകി. ഞാനിത് പറഞ്ഞു വരുന്നത് എന്തിനായെന്ന് ചോദിച്ചാൽ, കൃപയില്ലാത്തത് കൊണ്ടാണ് മനുഷ്യൻ മനുഷ്യനെ ഉപദ്രവിക്കുന്നത്. സഹജീവി എന്ന് പറയുന്നത് എനിക്ക് ചവിട്ടിക്കയറാനുള്ള ഗോവണിയായിട്ട് പലരും കാണുന്നതിന്റെ കാരണം, അതായത് നമുക്ക് ഈ ദൈവിക ജ്ഞാനം നമുക്ക് നഷ്ടപ്പെട്ടു. എന്തുകൊണ്ടാണ് ഒരു ഭർത്താവ് തൻ്റെ ജീവിത പങ്കാളിയെ മർദ്ദിക്കുന്നത്? ഒരർത്ഥത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധമായ ദൈവാലയത്തിൽ വെച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ മനുഷ്യൻ ബൈബിളിൽ തൊട്ട് ഈ ഭാര്യയും ഭർത്താവും സത്യം ചെയ്തതാണ്, ഇന്ന് മുതൽ മരണം വരെ സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഞങ്ങൾ ഒന്നുപോലെ ജീവിച്ചു കൊള്ളാമെന്ന് നിറ കണ്ണുകളോടുകൂടി വിറയ്ക്കുന്ന കൈകളോടുകൂടി തിരുവചനത്തെ സത്യം ചെയ്ത ഈ മനുഷ്യൻ അടുത്ത ദിവസം എന്തുകൊണ്ടാണ് സ്വന്തം ജീവിത പങ്കാളിക്ക് നേരെ കൈ ഉയർത്തുന്നത്? ബുദ്ധിയിൽ അന്ധകാരം ബാധിച്ചു. എന്നെ സ്നേഹിക്കാനല്ല, എനിക്ക് സ്നേഹിക്കാൻ വേണ്ടി എന്റെ ദൈവം നൽകിയതാണ് എന്റെ ജീവിത പങ്കാളി. എനിക്കിഷ്ടം പോലെ കൈകാര്യം ചെയ്യാനുള്ള വ്യക്തിയല്ല. എനിക്ക് ഈ വ്യക്തിയോട് ചില ഉത്തരവാദിത്തമുണ്ട്, ചില കടമകളുണ്ട്. ഇതെന്റെ ഭാര്യയാണ്. എൻ്റെ ജീവിതത്തിന്റെ അന്ത്യനിമിഷം വരെ ദൈവം എനിക്ക് സ്നേഹിക്കാൻ തന്ന വ്യക്തിയാണ്. ഈ പരിശുദ്ധമായ ദൗത്യം ബുദ്ധിയിൽ അന്ധകാരം ബാധിച്ചാൽ, കൃപ നഷ്ടമായി കഴിഞ്ഞാൽ മനുഷ്യൻ ചെയ്യും, സ്വന്തം ജീവിത പങ്കാളിക്ക് നേരെ കൈ ഉയർത്തും. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ അധ്യായത്തിൽ കാണുന്നുണ്ട്, കായൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവൻ പാപത്തിലായിരുന്നു, കൃപയിലായിരുന്നു, അക്രമയിലല്ലായിരുന്നു എന്നാണ് വചനം പറയുക. അവിടെ അവൻ പറഞ്ഞെന്താണ്? ഞാനാണോ എൻ്റെ സഹോദരന്റെ കാവൽക്കാരൻ? കൃപ നഷ്ടപ്പെട്ട മനുഷ്യന്റെ ആദ്യത്തെ ചോദ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കൃപ എന്ന് പറയുന്ന ദൈവിക ജ്ഞാനം, ദൈവിക വെളിച്ചം, ദൈവിക ശക്തി. മനോഹരമായി ഈ ആലയത്തിൽ ഇപ്പോൾ വെളിച്ചം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അടുത്തിരിക്കുന്നവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല, എങ്ങോട്ട് ഇറങ്ങിപ്പോകണമെന്ന് നമുക്ക് അറിയത്തില്ല, ഏത് വഴിയിലേക്ക് പോകണമെന്ന് നമുക്കറിയില്ല. കാരണം വെളിച്ചമില്ല. ഇതുപോലെ മനുഷ്യ ഹൃദയത്തിലും മനുഷ്യബുദ്ധിയിലും അന്ധകാരം നിറഞ്ഞു കഴിയുമ്പോൾ ഭാര്യയെന്നോ ഭർത്താവെന്നോ മക്കളെന്നോ യാതൊരു വ്യത്യാസവുമില്ലാതെ ഉപദ്രവിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് മനുഷ്യൻ പലപ്പോഴും പ്രതികാരം ചെയ്യാനായിട്ട് ശ്രമിക്കുക.
നമ്മൾ പലവിധത്തിലും പത്രങ്ങളിലൂടെയും മാസികകളിലൂടെയൊക്കെ ദിവസവും നമ്മൾ കേൾക്കുന്നുണ്ട് പ്രതികാര കഥകൾ. അന്ധകാരം നിറഞ്ഞ മനുഷ്യൻ, ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ മനുഷ്യന്റെ ആദ്യത്തെ ലക്ഷണമാണ് പ്രതികാരം ചെയ്യാനായിട്ട് ശ്രമിക്കുക. മക്കളോട്, സഹജീവികളോട്, സഹോദരങ്ങളോട് പ്രതികാരം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കൃപയില്ലാത്തത് കൊണ്ടാണ് മനുഷ്യൻ പാപം ചെയ്യുന്നത്. അപ്പൊ ഗ്രേസ്ലെസ് സിറ്റുവേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. കൃപയില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ദൈവിക ജ്ഞാനം നഷ്ടപ്പെട്ടു, ദൈവിക വെളിച്ചം നഷ്ടപ്പെട്ടു, ദൈവിക ശക്തി നഷ്ടപ്പെട്ട മനുഷ്യൻ മൃഗത്തിന്റെ തലത്തിലേക്ക് ഒഴുകി നീങ്ങുകയാണ്. അങ്ങയുടെ സന്നിധി ഞാൻ മൃഗത്തെ പോലെ പെരുമാറി എന്ന് സങ്കീർത്തകൻ പറയുന്ന അനുഭവത്തിലേക്ക് മനുഷ്യ വ്യക്തികൾ നീങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ മറക്കുകയല്ല, മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് നമുക്ക് ക്ഷമിക്കാൻ സാധിക്കുക? പലരും ചോദിക്കുന്ന വലിയൊരു ചോദ്യമാണ്. ഈ ഇരിക്കുന്നവരൊക്കെ ജീവിതത്തിന്റെ ഒരു നിമിഷത്തിൽ, ചില സന്ദർഭത്തിൽ വേദനയോടുകൂടി ചോദിച്ചിട്ടുണ്ട്, എന്നെ ഈ വിധത്തിൽ ഉപദ്രവിച്ച ഈ വ്യക്തിയോട് എനിക്കെങ്ങനെ ക്ഷമിക്കാൻ സാധിക്കും? എനിക്കങ്ങനെ ഈ വ്യക്തിയുടെ ഇത്രമാത്രം എന്നെ കണ്ണുനീര് കുടിപ്പിച്ച, എനിക്ക് ഇത്രമാത്രം നഷ്ടങ്ങൾ സമ്മാനിച്ച എൻ്റെ മക്കളോട്, എൻ്റെ സഹോദരങ്ങളോട് എനിക്കെങ്ങനെ ക്ഷമിക്കാൻ സാധിക്കും? ചിലപ്പോൾ ചിലർ പറയും, സാരമില്ല, നീ അതൊക്കെ അങ്ങ് മറന്നേക്കാൻ പറയും. കാര്യസാധ്യത്തിന് വേണ്ടി ചിലപ്പോൾ നമുക്ക് മറന്നു വെക്കാൻ സാധിക്കും. ഇതുകൊണ്ടൊന്നും അത് ക്ഷമയായി തീരുന്നില്ല. നമുക്ക് ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട്, സമ്മാനങ്ങൾ കൈമാറിക്കൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ആ വ്യക്തിയോട് വിരോധം വെച്ച് പുലർത്താനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ചിരിച്ചുകൊണ്ട് ചതിക്കുന്ന മനുഷ്യരുണ്ട്, ചതിച്ചുകൊണ്ട് ചിരിക്കുന്ന മനുഷ്യരുണ്ട്. അതുകൊണ്ട് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ എന്ന്. ഞാൻ പറയുന്ന വാക്കുകൾ, എൻ്റെ സംസാര രീതികൾ, എൻ്റെ പെരുമാറ്റ രീതികൾ, എന്നെയും ഞാനുമായി ബന്ധപ്പെടുന്ന വ്യക്തികൾക്ക് ഇത്രമാത്രം വേദനയും വിഷമവും ബുദ്ധിമുട്ടും ഉണ്ടാകുമെന്ന് അറിഞ്ഞാൽ നമ്മളാരും പറയില്ല. അടിസ്ഥാനപരമായിട്ട് നമ്മളൊക്കെ നല്ല മനുഷ്യരാണ്. നമ്മളാരും മറ്റൊരാൾ നശിക്കണമെന്ന് സാധാരണ രീതിയിൽ മനുഷ്യർ ആഗ്രഹിക്കാറില്ല. പിന്നെ എന്തുകൊണ്ട് നമ്മളിത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, താൽക്കാലിക നേട്ടത്തിന് വേണ്ടി, നേട്ടത്തിൽ നോട്ടം വെച്ചുകൊണ്ട് നമ്മൾ ചില ഓട്ടങ്ങൾ ഓടും. ഈ ഓട്ടത്തിൽ ഭാര്യയെന്നോ ഭർത്താവെന്നോ മക്കളെന്നോ പരിഗണന കൊടുക്കാതെ നമ്മൾ ചിലപ്പോൾ നമ്മുടേതായ വഴികളിലേക്ക് പോകും. ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞു. അപ്പോൾ ഞാൻ പറയുന്ന വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവരെ ഇത്രമാത്രം വേദനിപ്പിക്കുമെന്നറിഞ്ഞാൽ നമ്മൾ ആരും മറ്റുള്ളവരോട് ആ വിധത്തിൽ പെരുമാറുകയില്ല. അതുകൊണ്ട് ക്ഷമിക്കുവാൻ എന്തിരിക്കുന്നു? നിന്റെ സാഹചര്യത്തിലൂടെയാണ് ഞാനും വളർന്നു പോന്നിരുന്നതെങ്കിൽ ഒരുപക്ഷെ ഇതുപോലെയൊരു സാഹചര്യത്തിൽ നീ ചെയ്ത അതേ പ്രവൃത്തി തന്നെ ഞാനും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ക്ഷമിക്കുവാൻ എന്തിരിക്കുന്നു? 10,000 താലന്ത് ദൈവം നമുക്ക് ഇളച്ചു തന്നതുകൊണ്ട് 10 താലന്ത് നമ്മുടെ സഹോദരങ്ങൾക്ക് ഇളച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഔദാര്യമൊന്നുമല്ല, കടമയാണ്, കർത്തവ്യമാണ്. അതുകൊണ്ട് ക്ഷമിക്കുക എന്ന് പറയുന്നത് ഞാൻ കാണിക്കുന്ന ഒരു ഔദാര്യമല്ല. കാരണം ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കാരുണ്യം, ദൈവത്തിൻ്റെ ക്ഷമ ഈ ഭൂമിയിൽ ഒരു തുള്ളി അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ ആ അവശേഷിച്ചിരിക്കുന്ന ഒരു തുള്ളിയാണ് ഈ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും. ദൈവത്തിൻ്റെ കാരുണ്യം, ദൈവത്തിൻ്റെ ക്ഷമയുടെ അവസാനത്തെ തുള്ളിയാണ് ഈ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരുമെങ്കിൽ 10,000 താലന്ത് ഇളച്ചു കിട്ടപ്പെട്ട ജീവിതങ്ങളാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. അങ്ങനെയെങ്കിൽ സഹജീവിയോട് 10 താലന്ത് ഇളച്ചു കൊടുക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്, കടമയുണ്ട്. ക്ഷമിക്കുക എന്ന് പറയുന്നത് ഔദാര്യമല്ല. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. പലപ്പോഴും പലരും പറയുന്നതാണ്, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമായി, എനിക്ക് ആ വ്യക്തിയോട് ഒരിക്കലും ക്ഷമിക്കാനായിട്ട് സാധിക്കില്ല, മരിച്ചാലും ഞാൻ ആ വ്യക്തിയോട് ക്ഷമിക്കില്ല എന്ന് പറയുന്നുണ്ട്. അവരൊക്കെ ഈ കുരിശിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് 34-ാം സങ്കീർത്തനം 5-ാം വചനം മനസ്സിൽ ഒരിക്കൽ കൂടി ഉരുവിടുക. അവനെ നോക്കിയവരൊക്കെ പ്രകാശിതരായി. 3 വർഷം കൂടെ കൊണ്ടു നടന്ന ശിഷ്യന്മാർ കൂടെയില്ല. ആയിരക്കണക്കിന് മനുഷ്യർക്ക് വിശന്നപ്പോൾ അപ്പം കൊടുത്തവരാരുമില്ല. താൻ ഉയർപ്പിച്ച ലാസർ പോലും കുരിശിന്റെ ചുവട്ടിൽ യേശുവിന്റെ കൂടെയില്ല. അങ്ങനെ സർവ്വരാലും പരിത്യക്തനായി, പിതാവേ നീ പോലും എന്നെ ഉപേക്ഷിച്ചോ എന്ന് ചോദിക്കുന്ന ഒരു നിമിഷത്തിൽ നിന്നുകൊണ്ട് ഈശോ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. BC അവസാന കാലഘട്ടത്തിലും AD ആദ്യത്തിലും ജീവിച്ച റോമിലെ പ്രസിദ്ധനായ ഒരു പ്രസംഗകനായിരുന്നു സിസറോ. അദ്ദേഹത്തിന്റെ ദേ ഒഫീച്ചി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ ഈശോ മിശിഹായുടെ വീടാനുഭവത്തെ പറ്റി പറയുന്ന ഒരു പാരമ്പര്യമുണ്ട്. അതായത് സാധാരണ രീതിയിൽ കുരിശിൽ തറയ്ക്കുന്നതിന് മുൻപ് ഒരു വ്യക്തിയെ, പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട വ്യക്തികളെയാണ് കുരിശിൽ തറയ്ക്കുന്നതെങ്കിൽ, കുരിശിൽ തറയ്ക്കുന്ന ആ വ്യക്തിയുടെ നാവ് മുറിച്ച ശേഷം മാത്രമേ അവർ കുരിശിൽ തറയ്ക്കത്തുള്ളൂ. കാരണം എന്തായെന്ന് ചോദിച്ചാൽ, കുരിശിൽ തറച്ചു കഴിഞ്ഞാൽ ഏകദേശം 5-6 മണിക്കൂറുകൾ എടുക്കും ഈ വ്യക്തി മരിക്കാൻ. അതുകൊണ്ട് ഈ കുരിശിൽ കിടന്നുകൊണ്ട് രക്തവും ജലവും എല്ലാം വാർന്നൊഴുകിപ്പോയി നിൽക്കുന്ന ആ വേദനയുടെ നിമിഷത്തിൽ സാധാരണ രീതിയിൽ എല്ലാ വ്യക്തികളും തെറിയും ചീത്തയും വിളിച്ചു പറയും.
അതുകൊണ്ട് ഈശോ മിശിഹായെയും കുരിശിൽ തറയ്ക്കുന്നതിന് മുൻപ് ഈശോ മിശിഹായുടെ നാവ് മുറിച്ചു കളയണമെന്ന് കയ്യേഫാസ് വാദിച്ചു എന്നാണ് അദ്ദേഹം പറയുക. അപ്പോൾ കയ്യേഫാസ് വാദിച്ചു ഈശോ മിശിഹായുടെ നാവ് മുറിച്ചു കളയണം, അല്ലെങ്കിൽ ഇവൻ മരക്കുരിശിൽ കിടന്നുകൊണ്ട് നമ്മളെ തെറിയും ചീത്തയും വിളിച്ചു പറയും, നമ്മുടെ സകല കാര്യങ്ങൾ ഇവൻ വിളിച്ചു പറയും, നമുക്ക് നാളെ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. അങ്ങനെ കയ്യേഫാസ് വാദിച്ചു എന്നാണ് പറയുക. അപ്പോൾ അന്നാസ് പറഞ്ഞു, മരുമകനോട് പറഞ്ഞു, നിനക്ക് പ്രായോഗിക ബുദ്ധിയില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം യേശുവിൻ്റെ നാവ് മുറിച്ച് നമ്മൾ അവനെ കുരിശിൽ തറച്ചു കഴിഞ്ഞാൽ അവനെ നമ്മൾ നിശബ്ദനാക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അവൻ്റെ നാവ് മുറിക്കാതെ തന്നെ അവനെ നമ്മൾ കുരിശിൽ തറയ്ക്കും. അങ്ങനെ കുരിശിൽ തറച്ച് കിടന്നുകൊണ്ട് നമ്മൾ അവനെ പരിഹസിക്കുമ്പോൾ, കളിയാക്കുമ്പോൾ അവൻ നമ്മെ എല്ലാം ചീത്ത പറയും. അപ്പോൾ ഇത്രയും കാലം അവൻ എന്താ പറഞ്ഞുകൊണ്ട് നടന്നത്? പരസ്പരം ക്ഷമിക്കണം, ഒരു കവളത്തടിച്ചാൽ മറുകരണം കൂടി കാണിച്ചു കൊടുക്കണം, 1 മൈൽ ദൂരം നടക്കാൻ നിർബന്ധിക്കുന്നവരുടെ കൂടി 2 മൈൽ ദൂരം നടക്കണം എന്നൊക്കെ പറഞ്ഞ ഇവൻ വേദനിപ്പിച്ച് കഴിയുമ്പോൾ ഇവന്റെ തനി സ്വഭാവം മനസ്സിലാക്കും. ഒരു പ്രായോഗിക മനഃശാസ്ത്ര രീതിയായിരുന്നു. അതുകൊണ്ടാണ് ഈശോ മിശിഹായെ കുരിശിൽ തറച്ച ശേഷം പടയാളികൾ വന്നിട്ട്, അല്ലെങ്കിൽ ചിലൊക്കെ വന്നിട്ട് അവനെ കളിയാക്കുന്നുണ്ട്. നീ മറ്റുള്ള ഈശോയുടെ കുരിശിന്റെ ഇടതുവശത്ത് കിടക്കുന്ന കള്ളൻ പോലും ഈശോയെ പരിഹസിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നീ മറ്റുള്ളവരെയൊക്കെ രക്ഷിച്ചല്ലോ, ഞങ്ങളെ രക്ഷിക്കാൻ സാധിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് കുരിശിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് വെല്ലുവിളിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കുരിശിന്റെ ചുവട്ടിൽ നിന്ന് വെല്ലുവിളിക്കുന്ന, വേദനിക്കുന്ന മനുഷ്യന് വെള്ളം കോരിക്കൊടുക്കാതെ, തൊണ്ട വരണ്ട മനുഷ്യനോട് ഇത്തിരി വെള്ളം പോലും കോരിക്കൊടുക്കാതെ പരിഹസിക്കുന്ന മനുഷ്യ ക്രൂരതയുടെ ഏറ്റവും അങ്ങേയറ്റത്ത് നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഏതൊരു ശിലാകൃതയെയും പിടിച്ചു കുലുക്കുന്ന യേശുവിന്റെ മരണമന്ത്രമാണ്. തന്നെ വേദനിപ്പിച്ചവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവിടുന്ന് പ്രാർത്ഥിച്ചു, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. കാരണം ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയുന്നില്ല. ഒരു മനുഷ്യ വ്യക്തിയോട് ഇത്രമാത്രം ക്രൂരത ചെയ്യാൻ സാധാരണ രീതിയിൽ വ്യക്തിക്ക് പറ്റില്ല. കൃപ നഷ്ടപ്പെട്ട മനുഷ്യര്, ബുദ്ധിയിൽ അന്ധകാരം ബാധിച്ച മനുഷ്യര് ചെയ്യുന്ന പ്രവൃത്തിയാണെന്ന് യേശു മനസ്സിലാക്കുന്നു. വിവരക്കേട് കാണിക്കുന്നവരുടെ വിവരക്കേട് മനസ്സിലാക്കാനുള്ള വിവരം, അതാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ക്ഷമയുടെ കാതല്. എൻ്റെ ജീവിത പങ്കാളി വളർന്നു വന്ന സാഹചര്യം ഇതാണ്. ഒരു ഭർത്താവിന്, ഒരു ഭാര്യയ്ക്ക് എങ്ങനെയാണ് ഭർത്താവിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക? മനുഷ്യ വ്യക്തി എന്ന് പറയുന്നത് 2 കഥകളുടെ കൂമ്പാരമാണ്. ഒന്ന് ഒരു വ്യക്തിയുടെ ലിവ്ഡ് സ്റ്റോറി എന്ന് പറയും, അല്ലെ ജീവിത കഥ. ആ മനുഷ്യൻ ജീവിച്ച ഏതെല്ലാം സാഹചര്യങ്ങളിൽ ഒരു മനുഷ്യൻ ജീവിച്ചിട്ടുണ്ടോ അവിടുന്നെല്ലാം ആ മനുഷ്യൻ വലിച്ചെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊന്ന് നമ്മുടെ ഹേഡ് സ്റ്റോറി എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ കേട്ട കഥകൾ, പ്രത്യേകിച്ച് നമ്മൾ പഠിച്ചത്, നമുക്ക് കിട്ടിയ പരിശീലന വഴികൾ. അങ്ങനെ ഈ 2 കഥകൾ കൂടിയാണ് നമ്മൾ ഇന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇന്നലെ രാത്രി കൊണ്ടൊന്നും അല്ല ആരുടെയും സ്വഭാവം രൂപവൽക്കരിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് നമ്മൾക്കൊക്കെ ഓരോരുത്തർക്കും എത്ര വയസ്സുണ്ടോ അതിനേക്കാൾ 1 വയസ്സുകൂടെ പഴക്കമുണ്ട് നമ്മുടെ ഓരോരുത്തരെയും കഥകൾക്ക്. അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെട്ട നിമിഷം മുതൽ ഇന്ന് വരെ നമ്മളിവിടെ ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും നമ്മളെ എവിടെയെല്ലാം നമ്മളെ തുറന്നു വെച്ചിട്ടുണ്ടോ അവിടുന്നെല്ലാം നമ്മൾ വലിച്ചെടുത്തിട്ടുണ്ട്. എവിടെയെല്ലാം നമ്മൾ പരിശീലനം കിട്ടിയിട്ടുണ്ടോ അവിടുന്നെല്ലാം നമ്മൾ വലിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ മനുഷ്യ വ്യക്തിയെ മനസ്സിലാക്കണമെങ്കിൽ ഈ മനുഷ്യന്റെ കുടുംബ പശ്ചാത്തലം, ഈ വ്യക്തിക്ക് കിട്ടിയ വിദ്യാഭ്യാസം, ഈ വ്യക്തിക്ക് കിട്ടിയ അറിവ്, നല്ല അനുഭവങ്ങളും അല്ലാത്ത അനുഭവങ്ങളും, ഈ അനുഭവങ്ങളാണ് ഈ മനുഷ്യ വ്യക്തിയെ കൊണ്ട് ഇങ്ങനെ പെരുമാറാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് ജീവിത പങ്കാളികൾ പരസ്പരം മനസ്സിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വെട്ടൊന്ന് മുറിരണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ ഒരു തരത്തിൽ വർത്തമാനം പറയുമ്പോൾ അതിന് പ്രതികരിക്കാനായിട്ട് ഒരിക്കലും ഒരു ഭാര്യ സമ്മതിക്കില്ല. അല്ലെങ്കിൽ ഭാര്യ ജീവിതത്തിൽ പെരുമാറുമ്പോൾ എൻ്റെ ഭാര്യയുടെ ജീവിത പശ്ചാത്തലം, അവളുടെ കുടുംബ പശ്ചാത്തലം, അവൾക്ക് കിട്ടിയ വിദ്യാഭ്യാസ രീതി, അവളുടെ ഹേഡ് സ്റ്റോറി, അവളുടെ ലിവിഡ് സ്റ്റോറി, ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവളെ ഒരിക്കലും വെറുക്കാനായിട്ടാവില്ല. സഹതാപം മാത്രമേ തോന്നുകയുള്ളൂ. സഹതാപത്തിന്റെ അടുത്ത സ്റ്റേജിലേക്ക് നീങ്ങി കഴിഞ്ഞാൽ വ്യക്തികളെ കുറച്ചുകൂടെ മനസ്സിലാക്കുന്ന അനുകമ്പയുടെയും ആർദ്രതയുടെയുമായ ഒരു മനോഭാവം നമുക്ക് ലഭിക്കും. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ക്ഷമ പൂർത്തിയാവുക. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് നാളെ തൊട്ട് എൻ്റെ ഭർത്താവുമായിട്ട് വർത്താനം പറഞ്ഞാൽ ക്ഷമയായി എന്ന്. നിർബന്ധമില്ല. നമുക്ക് അയൽവക്കംകാരോട് വർത്തമാനം പറയാം, ഉള്ളിൻ്റെ ഉള്ളിൽ അരിശവും ദേഷ്യവും വെച്ച് പുലർത്തിക്കൊണ്ട് സഹജീവിയോട് നമുക്ക് വർത്തമാനം പറയാം. ഇതൊന്നും നമ്മളെ സൗഖ്യത്തിലേക്ക് നയിക്കുകയില്ല. അപ്പൊ ഈ പ്രഭാഷണത്തിന്റെ ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ ക്ഷമയിലൂടെ സൗഖ്യം പ്രാപിക്കാം, ക്ഷമയിലൂടെ നമുക്ക് മനുഷ്യരായി തീരാം. നമ്മൾ കാണുന്നുണ്ട് ഈശോയുടെ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന ശതാധിപൻ 100 കണക്കിന് മനുഷ്യരെ ഇതുപോലെ കുരിശ് മരണത്തിന് വിധേയമാക്കിയിട്ടുള്ള വ്യക്തിയാണ്. അവരെല്ലാം മരിക്കുന്നത് കണ്ടത് ശപിച്ചുകൊണ്ടും പ്രാഗിക്കൊണ്ടും നേർന്നുകൊണ്ടുമാണ്. പക്ഷെ നമുക്ക് ഈ കർത്താവ് ഈശോ മിശിഹ കാൽവരിയിലെ മരക്കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മരിക്കുന്നത് കണ്ടപ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ശതാധിപൻ വിളിച്ചു പറഞ്ഞു, സത്യമായും ഇവൻ ദൈവപുത്രനാണ്. സത്യമായും ഇവൻ ദൈവപുത്രനാണ്. കാരണം ദൈവപുത്രനും മാത്രമേ ഈ തരത്തിൽ തന്നെ വേദനിപ്പിക്കുന്നവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ക്ഷമിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ, അവരെ മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയൊരു വരദാനമാണ്, മറ്റുള്ളവരെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു വരം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഭാഷാവരത്തിന് വേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും വലിയ ഭാഷാപരം എന്ന് പറയുന്നത് സഹജീവിയുടെ ഭാഷ മനസ്സിലാക്കാനുള്ള ഭാഷാപരമാണ്. മലയാളത്തിൽ സംസാരിക്കുന്ന വ്യക്തിയോട് മലയാളത്തിൽ പറയാനും, അല്ല ഇംഗ്ലീഷ് സംസാരിക്കുന്ന വ്യക്തിയോട് ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന മനസ്സിലാക്കാനുള്ള കഴിവ്, ഭാഷ മനസ്സിലാക്കുക എന്ന് പറയും. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ സമൂഹങ്ങളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ ഭാഷ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ഭാര്യയുടെ ഭാഷ ഭർത്താവിനും, ഭർത്താവിൻ്റെ ഭാഷ ഭാര്യയ്ക്കും, അല്ലെ സമൂഹത്തിൽ നേതാവിൻ്റെ ഭാഷ അണികൾക്കും മനസ്സിലാക്കാൻ സാധിക്കാതെ വരുന്നത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ കുടുംബത്തിലുണ്ടായിരുന്ന ഒത്തിരി ബന്ധ തകർച്ചകൾ. കാരണം കുഞ്ഞുങ്ങളുടെ ഭാഷ, യുവതലമുറയുടെ ഭാഷ മുതിർന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ചെറുപ്പക്കാരെല്ലാം തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പലപ്പോഴും അവരെ വിമർശിക്കുന്നു, അവരെ ഒറ്റപ്പെടുത്തുന്നു, അവരെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു. അവരുടെ ഭാഷ മനസ്സിലാക്കാൻ ഇന്ന് ചിലപ്പോൾ മാതാപിതാക്കൾക്ക് മനസ്സിലാകുന്നില്ല. അതോടൊപ്പം തന്നെ പ്രായമായ മാതാപിതാക്കളുടെ ഭാഷ മനസ്സിലാക്കാനായിട്ട് ഇതുപോലെ തന്നെ മക്കൾക്കും സാധിക്കാതെ വരുന്ന ഒരവസ്ഥ. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് നിൽക്കുക. നമ്മുടെ മടിയിൽ കൈകളൊന്ന് തുറന്നു വെച്ച് ഈശോ കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്ക് മനസ്സിൽ ഒന്നുരുവിടാം. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ക്ഷമിക്കയില്ല എന്ന് വിചാരിച്ച ആ വ്യക്തിയെ ഈ നിമിഷം യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് ഒന്ന് കൊണ്ടുവരിക. നമ്മുടെ സൽപ്പേര് കളഞ്ഞ വ്യക്തിയായിരിക്കാം, നമ്മളെ തള്ളിപ്പറഞ്ഞ വ്യക്തിയായിരിക്കാം, നമ്മളെ തോൽപ്പിച്ച വ്യക്തിയായിരിക്കാം, നമ്മളെ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ച വ്യക്തിയായിരിക്കാം, നമ്മെ ഒരു വസ്തുവിനെ പോലെ കണ്ട ഒരു വ്യക്തിയായിരിക്കാം, നമ്മുടെ നന്മയിൽ അസൂയ പൂണ്ടിയ ഒരു വ്യക്തിയായിരിക്കാം, എൻ്റെ ജീവിതം തന്നെ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചൊരു വ്യക്തിയായിരിക്കാം. ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുത്തിട്ടും പ്രതിനിധി കിട്ടാത്തതിൻ്റെ പേരിൽ എൻ്റെ മനസ്സ് അസ്വസ്ഥമായ ഒരു വ്യക്തിയായിരിക്കാം. അവരെല്ലാം ഈ നിമിഷം നമുക്ക് യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് കൊണ്ടുവന്ന് നിർത്താം. നമുക്ക് ഈശോയോടൊപ്പം പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ചെയ്തെന്തെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങളോട് ക്ഷമിക്കണമേ. കൃപയില്ലാത്ത ഒരു നിമിഷത്തിൽ എൻ്റെ ജീവിത പങ്കാളി എന്നോട് ചെയ്തത് ക്ഷമിക്കാനുള്ള കരുത്ത് നൽകണമേ, മനസ്സിലാക്കാനുള്ള കരുത്ത് നൽകണമേ. കൃപയില്ലാത്ത ഒരു നിമിഷത്തിൽ ഞാൻ മറ്റുള്ളവരോട് തെറ്റ് ചെയ്തു പോയി, പിതാവേ എന്നോട് ക്ഷമിക്കണമേ. 10,000 താലം തിളച്ചു കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ, അതുകൊണ്ട് എന്നോട് അവിടുന്ന് കരുണ കാണിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുരിശിൽ കിടന്നുകൊണ്ടുള്ള ഈ പ്രാർത്ഥന, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന ഈശോ മിശിഹ നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു മരണമന്ത്രമാണ്. ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിൽ നമുക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ, പിതാവെ അവർ ചെയ്തെന്തെന്ന് അവർ അറിഞ്ഞില്ല, അവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കും. അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ എന്ന് ഇന്നത്തെ വർത്തമാനകാലത്തെ നോക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. ഇനി മറ്റൊന്ന്, ഭാവി കാലത്തിലേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും, പിതാവേ അവർ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് അവരറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ എന്ന്. നമ്മളിന്ന് ഈ വചനപ്രഘോഷണത്തിന് കേൾക്കുവാനായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ഹൃദയരക്തത്തിൽ ചാലിച്ചു ചേർക്കേണ്ട ഒരു ചിന്തയാണ് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ മറക്കുകയല്ല, മനസ്സിലാക്കുകയാണ്. അത് പരിശുദ്ധാത്മാവ് നൽകുന്നൊരു വലിയ വരദാനമാണ്. ഇതൊരു ഭാഷ പഠിക്കലാണ്, മറ്റുള്ളവരുടെ ഭാഷ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. നമ്മൾ മറ്റ് ഭാഷകൾ സംസാരിക്കുന്ന ഒരു സ്ഥലത്തോ രാജ്യത്തോ മറ്റൊരു സംസ്ഥാനത്തോ ചെന്ന് കഴിയുമ്പോൾ വളരെ വിഷമമാണ് ആദ്യം അവരോടൊക്കെ ഇടപെടുവാനായിട്ട്. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവർ സംസാരിക്കുന്ന രീതികളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ക്രമേണ നമ്മളും ഭാഷ മനസ്സിലാക്കി അവരോടൊപ്പം നമുക്കും ഇടപെടുവാനായിട്ട് സാധിക്കും. ഇതുപോലെ നമ്മുടെ കുടുംബത്തിൽ മുതിർന്നവരുടെയും മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും കുഞ്ഞുമക്കളുടെയും ഒക്കെ ഒരു ഭാഷ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിച്ചാൽ, ഇന്ന് നമ്മൾ ആയിരിക്കുന്ന സമൂഹത്തിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സന്തോഷത്തിൻ്റെ 10 ഇരട്ടി സന്തോഷം അനുഭവിക്കാനായിട്ട് നമുക്കിന്ന് സാധിക്കും. അപ്പോൾ ആരാണ് എന്നെ സംബന്ധിച്ച് ഇവരെന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ ഒരു സത്യം അറിയാത്തത് കൊണ്ട്, കൃപയില്ലാത്തത് കൊണ്ടാണ് എൻ്റെ സഹോദരൻ അല്ലെ എൻ്റെ സഹോദരി എന്നോട് ഇങ്ങനെ ചെയ്തെന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ വരുമ്പോഴാണ് നമ്മൾ പ്രതികാരം ചെയ്യാനായിട്ട് പോവുക. ഒരുപക്ഷെ നമുക്ക് പ്രതികാരം ചെയ്യണമെങ്കിൽ ഒറ്റ വാക്ക് പോലും പറയാതെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ പ്രതികാരം ചെയ്യാം, നമ്മുടെ സമൂഹത്തിൽ പ്രതികാരം ചെയ്യാം. അത് വോയിസ് ഓഫ് ദി വോയിസ്ലെസ് എന്ന് പറയും. ശബ്ദമില്ലാത്തവരുടെ ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സമൂഹത്തിൽ പ്രതികാരം ചെയ്യാം. കുടുംബജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ, സന്യാസ ജീവിതത്തിലൊക്കെ നമുക്ക് പ്രതികാരം ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ ഒന്നാമത്തെ മാർഗം നിശബ്ദതയാണ്. നിശബ്ദത കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരക്ഷരം ചോദിച്ചാൽ മറുപടി പറയില്ല. ചിലപ്പോൾ കുടുംബജീവിതങ്ങളിൽ കാണാനായിട്ട് സാധിക്കും, ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങുന്ന ഒരു നിമിഷം, എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് ഭാര്യ ഭർത്താവിൻ്റെ അടുത്തേക്ക് വന്ന് പറയുമ്പോൾ ഒരക്ഷരം പോലും മിണ്ടാത്ത മനുഷ്യരെ ചിലപ്പോൾ കാണാൻ സാധിക്കും. ഒരു മനുഷ്യ വ്യക്തിയിൽ
പിശാചിന്റെ ആവാസമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ക്രിസ്തീയ പാരമ്പര്യം അനുസരിച്ചും ക്രിസ്തീയ മൂല്യങ്ങളെ വിളിച്ചിട്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും, ഏതെങ്കിലും ഒരു വ്യക്തി നമ്മോട് ക്ഷമ ചോദിച്ചിട്ട് ക്ഷമ കൊടുക്കാതെ ഒരു അക്ഷരം പോലും മിണ്ടാതെ നിന്നിട്ടുണ്ടെങ്കിൽ ആ നിമിഷത്തിൽ സാത്താൻ ചിരിച്ചു. നമ്മൾ ചിലപ്പോഴൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്ന് ഞാൻ തിരഞ്ഞു, അവിടെയുമില്ല ഇവിടെയുമില്ല ഈശ്വരൻ, അവസാനം ഞാൻ എന്നിലേക്ക് തിരിഞ്ഞു, അവിടെയാണ് ഞാൻ ഈശ്വരനെ കണ്ടെത്തിയെന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ പലപ്പോഴും സാത്താനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെയും ഇവിടെയൊക്കെ കേൾക്കാറുണ്ട്. സിമിത്തേരിയിലുണ്ട്, അല്ലെ കൊമ്പും പാലും ഒക്കെ വെച്ചോണ്ട് നടന്ന്. അങ്ങനെയൊന്നും സാത്താൻ ഇന്ന് ഈ ലോകത്തിൽ വസിക്കുന്നില്ല. നന്മയുടെ കുറവ് എവിടെയുണ്ടോ അവിടെ തിന്മയുടെ ശക്തി വസിക്കുന്നുണ്ട്. മീൻ വെള്ളത്തിൽ വസിക്കുന്ന പറഞ്ഞ പോലെ തന്നെ വെറുപ്പിലും വിദ്വേഷത്തിലുമാണ് സാത്താൻ വസിക്കുന്നത്. അതായത് മറ്റൊരാളുടെ എന്നോട് ക്ഷമ ചോദിച്ചിട്ടും ആ വ്യക്തിക്ക് ക്ഷമ കൊടുക്കാൻ സാധിക്കാത്ത വിധത്തിൽ ക്രൂരമായ ഒരു മനോഭാവത്തോടുകൂടി ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ അന്നാണ് എന്നിൽ സാത്താന്റെ ആവാസമുണ്ടായത്. ഇനി ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പരാജയം കണ്ടിട്ട് ഞാൻ ചിരിച്ചിട്ടുണ്ടെങ്കിൽ സാത്താൻ അന്നാണ് എന്നിലൂടെ ചിരിച്ചത്. നമുക്ക് നിശബ്ദതയിലൂടെ പ്രതികാരം ചെയ്യാനായിട്ട് സാധിക്കും. ഒരക്ഷരം ചോദിച്ചാൽ മിണ്ടില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നിന്നെ ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അരച്ച് കലക്കി 1/2 ഔൺസായിട്ട് ഒറ്റ മോന്തിന് ഞാൻ അകത്താക്കുമെന്നാണ് പറയുക. നിശബ്ദത പാലിക്കുക. മരിച്ച വിശ്വാസികൾ എല്ലാവരുടെ കൂടി ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലമായിട്ട് ചിലപ്പോൾ ചില വീടുകൾ മാറും, ചിലപ്പോൾ ചില ഭവനങ്ങൾ മാറാനായിട്ട് സാധ്യതയുണ്ട്. മരിച്ച വിശ്വാസി, മരിച്ചവർക്ക് എന്താണ്? റെസ്റ്റ് ഇൻ പീസ് ആണ്, RIP ആണ്, ഒന്നും മിണ്ടില്ല. ഇങ്ങനെ കഴിയുന്ന വ്യക്തികളെ കാണാൻ സാധിക്കും. ഭർത്താവിന് ഭാര്യയോട് മിണ്ടാട്ടമില്ല, ഭാര്യയ്ക്ക് ഭർത്താവിനോട് മിണ്ടാട്ടമില്ല, മക്കൾ ദിവസങ്ങളോളം മിണ്ടില്ല. സാധാരണ ഇതിൽ ഹർത്താൽ വന്നാൽ 12 മണിക്കൂർ അല്ലെ 24 മണിക്കൂർ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാകും. ഇത് നമുക്ക് കാണാൻ സാധിക്കും. ചില ഭവനങ്ങളിലും വീടുകളിലും സഹോദരന്മാർ തമ്മിൽ ദിവസങ്ങളായിട്ട് ഹർത്താലുകളായിട്ടും ബന്ധുക്കളായിട്ടും മാസങ്ങളോളം വർഷങ്ങളോളം നീട്ടുന്ന ഹർത്താലുകളും ബന്ധുക്കളും ആയിട്ട് നിൽക്കുന്ന വ്യക്തികളാണ്. അവരൊക്കെ ഇന്ന് ഈ വിശുദ്ധ കുർബാന വന്ന് സ്വീകരിക്കുമ്പോൾ പൗലോസ് നമ്മെ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുൻപ് ആത്മപരിശോധന ചെയ്യണം. നിങ്ങളിൽ പലരും ദുർബലരും അവശരും, ചിലർ തന്നെ മരിച്ചുപോയതിന്റെ കാരണം ദൈവമായ കർത്താവിന്റെ ഈ കൃപയോട് നമ്മൾ തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ്. നമുക്കൊക്കെ അറിയാൻ സാധിക്കും, ക്യാൻസർ രോഗത്തിലുള്ള മരുന്ന് നമ്മൾ മേടിക്കുന്നത് ക്യാൻസർ പേഷ്യൻസിന് മാത്രമേ അതുകൊണ്ട് ഉപകാരമുള്ളൂ. അല്ലാത്തവരത് മേടിച്ച് കഴിച്ചാൽ അവർക്കത് ഉപദ്രവം മാത്രമേ ഉണ്ടാവുള്ളൂ, സൈഡ് ഇഫക്റ്റുകൾ ഉണ്ടാകും. അതുകൊണ്ട് വെറുപ്പോടുകൂടി വിദ്വേഷത്തോടുകൂടി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് നമുക്ക് തന്നെ കെണിയായി തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിശബ്ദത കൊണ്ട് പ്രതികാരം ചെയ്യുന്നവരുണ്ട്. ഇനി രണ്ടാമതൊരു കൂട്ടരുണ്ട് നിസ്സംഗത കൊണ്ട്. അവർക്ക് എന്ത് ചെയ്താലും കുഴപ്പമില്ല. കുടുംബത്തിൽ നമ്മളിപ്പോൾ ചോദിക്കണം, ഭർത്താവ് എവിടെയാ അല്ലെങ്കിൽ മക്കൾ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല, എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഇൻഡിഫറൻസ് അല്ലെങ്കിൽ നിസ്സംഗത വച്ച് പുലർത്തുന്നുണ്ട്. അതും പ്രതികാരത്തിന്റെ മറ്റു ലക്ഷണമാണ്. വേറൊരു കൂട്ടുണ്ട് നിസ്സഹകരണം. ഒരു കാരണവശാലും സഹകരിക്കില്ല. ജോലി സ്ഥലത്തായിക്കോട്ടെ, കുടുംബത്തിലാകട്ടെ, ഭവനത്തിലാകട്ടെ, ഒരിക്കലും മറ്റുള്ളവരുമായിട്ട് സഹകരിക്കുക. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ വാശിയാണ്. എനിക്ക് ആ വ്യക്തിയോട് പ്രതികാരം, അതുകൊണ്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് മുഴുവൻ ജോലി ചെയ്യില്ല, ഞാൻ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് ഞാൻ പ്രവർത്തിക്കില്ല. കുടുംബത്തിൽ ഭർത്താവിനോടും മക്കളോടും ഭാര്യയോടും മക്കളോടും മിണ്ടാതിരിക്കുകയും നിസ്സഹകരിക്കുകയും ചെയ്യുന്ന ധാരാളം വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. ഇതും പ്രതികാരത്തിന്റെ മറ്റൊരു അടയാളമാണ്. അപ്പം നിശബ്ദതയിലൂടെയും നിസ്സംഗതയിലൂടെയും നിസ്സഹകരണത്തിലൂടെയും ഒഴിഞ്ഞുമാറലിലൂടെയും നമ്മൾ പ്രതികാരം ചെയ്യും. ചിലപ്പോൾ ചിലരെ കാണുമ്പോൾ സാത്താൻ കുരിശ് കാണുന്ന പറഞ്ഞ പോലെ വഴിമാറി നടക്കുന്ന വ്യക്തികളെ കാണാൻ സാധിക്കും. ഒരുപക്ഷെ ഇന്ന് മനുഷ്യന് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം വ്യക്തിബന്ധങ്ങളിൽ വെറുപ്പുള്ള വ്യക്തിയുടെ മുഖത്ത് നോക്കി ചിരിക്കാനാണ് ഒരുപക്ഷെ ഇന്ന് പല വ്യക്തികൾക്കും ജീവിതത്തിൽ വളരെയധികം വേദനയും വിഷമമുള്ളൂ. 10,000 രൂപ സമ്മാനം തരാമെന്ന് പറഞ്ഞാലും ചില വ്യക്തികളെ സംബന്ധിച്ച് വെറുപ്പുള്ള വ്യക്തിയുടെ മുമ്പിൽ, അരിശത്തോട് കൂടി നിൽക്കുന്ന വ്യക്തിയുടെ മുമ്പിൽ നിന്ന് ഒന്ന് പുഞ്ചിരിക്കാനായിട്ട് സാധിക്കാത്ത വിധത്തിൽ നമ്മുടെ മനസ്സുകളൊക്കെ അകന്നുപോയിരിക്കുന്നു. പരസ്പരം അടുത്തിരുന്നു കൊണ്ട് നമ്മൾ അകലുകയാണ്. ഒരുപക്ഷെ ഒരു കുടുംബത്തിൽ ഒരേ കുടക്കീഴിൽ കഴിയുന്ന, ഒരേ കൂരയ്ക്കുള്ളിൽ കഴിയുന്ന ഭാര്യയും ഭർത്താവും മക്കളുമൊക്കെ മനസ്സുകൊണ്ട് അകന്നിട്ട് വർഷങ്ങളായി കഴിഞ്ഞു. ആ കുടുംബത്തിൽ ഇതിനകം തന്നെ മാനസികമായിട്ടുള്ള മരണം സംഭവിച്ചു കഴിഞ്ഞു. ഭാര്യയും ഭർത്താവും തമ്മിൽ, മാതാപിതാക്കളും മക്കളും തമ്മിൽ, ആങ്ങളമാരും പെങ്ങളമാരും തമ്മിലുള്ള ബന്ധങ്ങളിൽ മരണം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു മരണവീട് പോലെ ആയി കഴിഞ്ഞു. നമുക്കൊക്കെ അറിയാൻ സാധിക്കും, മരണവീട്ടിൽ ചെന്നാൽ എന്താ സംഭവിക്കുക? അവിടെ കാര്യമായിട്ടുള്ള വർത്തമാനമൊന്നുമില്ല, അവിടെ ആഘോഷങ്ങളൊന്നുമില്ല, അവിടെ സാധാരണ രീതിയിൽ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന രീതിയുമില്ല. ഇതുപോലെ ബന്ധങ്ങൾ തകർന്ന മനുഷ്യരാണ് ഇന്ന് എത്രയോ മാതാപിതാക്കളെ പറയുക, എൻ്റെ മോൻ 10ാം ക്ലാസ് ആയതേ ഉള്ളൂ, +1 ആയതേ ഉള്ളൂ, +2 ആയതേ ഉള്ളൂ, എന്നെ കണ്ടാൽ ഇപ്പോൾ ഒരു അക്ഷരം പോലും മിണ്ടില്ല. ഫോൺ വിളിച്ചാൽ അവനൊന്നും പറയാനില്ല, അവൾക്കൊന്നും പറയാനില്ല, വല്യപ്പനോടും വല്യമ്മയോടും അക്ഷരം പോലും മിണ്ടാനില്ല. നമുക്കിന്നറിയാവുന്നൊരു വലിയൊരു വസ്തുതയാണ്. ഇങ്ങനെ വേദനിക്കുന്ന ഒരുപാട് മാതാപിതാക്കൾ ഇന്ന് ഈ നാട്ടിൽ ജീവിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള മക്കളെ നോക്കിക്കൊണ്ട്, വേദനിപ്പിക്കുന്ന മക്കളെ നോക്കിക്കൊണ്ട് എങ്ങനെ ഒരു അപ്പനല്ല അമ്മയ്ക്ക് ക്ഷമിക്കാനായിട്ട് സാധിക്കും? ഈ അടുത്ത നാളിൽ ഒരു പിതാവിനുണ്ടായ ദുഃഖകരമായ വേദനാജനകമായ അനുഭവമാണിത്. ആ മനുഷ്യനോട് വളരെയധികം കഷ്ടപ്പെട്ടും വേദനിച്ചും നൊമ്പരപ്പെട്ടും തൻ്റെ പ്രിയപ്പെട്ട മകളെ പഠിപ്പിച്ച് അവസാനം അവളെ ഒരു നേഴ്സാക്കി ആ മനുഷ്യൻ അവളെ ലണ്ടനിൽ എത്തിക്കുകയാണ്.
ഒരു വർഷത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് ഈ മകൾ തിരിച്ചു വരുമ്പോൾ ഈ അപ്പൻ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. മകൾ വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞ ശേഷം ഏതോ ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി ഈ അപ്പൻ അമ്മ അടുത്ത് നിൽക്കുമ്പോൾ ഈ മകളുടെ മുമ്പിൽ ചെന്ന് ചോദിച്ചു, മോളെ എനിക്കൊരു 2000 രൂപ ആവശ്യമുണ്ട്, ഒരു അത്യാവശ്യ കാര്യത്തിന് വേണമെങ്കിൽ നീ പോകുമ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു തന്നേക്കാമെന്ന് പറയാൻ മാത്രം വിനീതനായ മനുഷ്യൻ ലണ്ടൻകാരിയായ മകളോട് ചോദിച്ചു, എനിക്കൊരു 2000 രൂപ തരാമോ? എടുത്ത വാലി അവൾ പറയുകയാണ്, ഞാൻ അവിടെ പോയി കിടന്ന് ശരിക്കും കഷ്ടപ്പെട്ടു അധ്വാനിച്ചു ഉണ്ടാക്കിയ പൈസയാ, അങ്ങനെ ആ അപ്പൻ അങ്ങനെ ബർസാർ അടിക്കാനുള്ള ദർബാർ അടിക്കാനുള്ള ഒന്നും അല്ല എന്ന് പറഞ്ഞു. സ്വന്തം അമ്മ ഇതിന് സാക്ഷിയായിട്ട് നിൽക്കുകയാണ്. ആ മനുഷ്യൻ അടുത്ത നിമിഷത്തിൽ ചിന്തിക്കുകയാണ്, എന്തിനു വേണ്ടിയാ എൻ്റെ ജീവിതം? ഈ നിമിഷത്തിൽ പോയി ചത്തു കളഞ്ഞാൽ എന്തിനാ? ഈ മകൾക്ക് വേണ്ടി ഇവളെ ലണ്ടൻ വിടാൻ വേണ്ടി എത്രയോ പേരുടെ മുൻപിൽ കൈ നീട്ടി കഷ്ടപ്പെട്ട് നൊമ്പരപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്ന മകള് ഇന്ന് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഒരു പുരുഷൻ ഒരു ചെറുപ്പക്കാരനുമായിട്ട് വിവാഹ നിശ്ചയം നടത്തിയിട്ട് അവൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പൻ 2000 രൂപ ചോദിച്ചപ്പോൾ അവൾ 1500 രൂപ വിറക്കിയെടുത്ത് കൊടുത്ത അപ്പൻ പറഞ്ഞു, എനിക്ക് വേണ്ട എന്ന്. ഇത് നൊമ്പരപ്പെടുന്ന സംഭവമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. പക്ഷെ ചില ജീവിത അനുഭവങ്ങൾ വരുമ്പോഴത്തേക്കും സ്വന്തം മക്കള് ഈ തരത്തിൽ തിരിഞ്ഞു നിൽക്കുന്ന അനുഭവങ്ങൾ, വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ, നൊമ്പരപ്പെടുത്തിയ ചില സംഭവങ്ങൾ പലപ്പോഴും നമ്മൾ പറയും മറക്കാൻ പറ്റി. ഇതൊന്നും മറക്കുകയല്ല വേണ്ടത്, മനസ്സിലാക്കുകയാണ്. സ്വന്തം അപ്പന്റെ വില എന്താണെന്ന് ലണ്ടനിൽ പോയത് കൊണ്ടോ വിദ്യാഭ്യാസം കിട്ടിയെന്നോർത്തുകൊണ്ട് നമുക്കൊക്കെ വിവരം ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ടാണ് ബെനഡിക്ട് പതിനാറാം മാർപ്പാപ്പ പറഞ്ഞതുപോലെ ശാസ്ത്രത്തിന്റെ കണ്ണുകളിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ, വ്യക്തിബന്ധങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങും എത്താനാവില്ല. ശാസ്ത്രമല്ല രക്ഷിക്കുക, സ്നേഹമാണ് രക്ഷിക്കുക. ഏത് ലണ്ടനിൽ പോയാലും എത്ര വലിയ നേഴ്സായാലും എന്തെല്ലാം നേടിയെടുത്താലും സ്വന്തം അപ്പനെ അപ്പനായിട്ട് തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ ഇന്ന് നീങ്ങുകയാണ്. അപരനെ അപ്പമാക്കി മാറ്റുകയാണ്. ഇത്രയും കാലം എനിക്ക് വേണ്ടി ചുക്കിച്ചുളിഞ്ഞ കവിളുകളും കഷ്ടപ്പെട്ട നൊമ്പരപ്പെട്ട ഈ ശരീരത്തെ കാണാനായിട്ട് ഈ മകൾക്കിന്ന് തിരിച്ചറിയുന്നില്ല. അനേകം മക്കളുടെ ഒരു പ്രതീകമായിട്ടാണ് ഈ ഒരു പെൺകുട്ടി നിൽക്കുക. അതാണ് ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ പിടിച്ചു കുലുക്കുക. എങ്ങനെ ക്ഷമിക്കാൻ സാധിക്കും? അതിനാണ് ഈശോ പറഞ്ഞത്, ലൂക്കാ സുവിശേഷം 17-ാം അധ്യായം 10-ാമത്തെ വചനം, നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് ചെയ്തു കഴിഞ്ഞ ശേഷം പ്രയോജനമില്ലാത്ത ദാസന്മാരായിട്ട് കരുതിക്കൊള്ളണം. പറയാൻ വളരെ എളുപ്പമെങ്കിലും ജീവിക്കാൻ വളരെയധികം വിഷമമുള്ളൊരു കാര്യമാണ്. ചെയ്യാനുള്ളത് ചെയ്തിട്ട് പ്രയോജനമില്ലാത്ത ദാസന്മാരായിട്ട് കരുതിക്കൊള്ളണമെന്ന് ഈ വിധത്തിൽ വളർത്തിക്കൊണ്ടുവന്ന മക്കൾ ചിലപ്പോൾ തിരിഞ്ഞു നിൽക്കുന്ന അനുഭവം. ഇന്ന് ധാരാളം കുടുംബങ്ങളിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വേദനിക്കുന്ന മാതാപിതാക്കളെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ വചനം പറയുകയാണ്, മക്കളെ വളർത്തിക്കൊണ്ടുവരിക എന്നത് നിങ്ങളുടെ കടമയാണ്. പക്ഷെ സ്നേഹിക്കണമെന്ന് നമുക്ക് ആരെയും നിർബന്ധം പറയുവാനായിട്ട് സാധിക്കില്ല. സ്നേഹമെന്ന് പറഞ്ഞ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്നതാണെങ്കിൽ ഒരുപക്ഷെ നമ്മളെ സ്നേഹിക്കാനായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് കൂടി പരിശോധിക്കുന്നതും ഈ അവസരത്തിൽ നല്ലതാണ്. അപ്പോൾ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക. കാരണം സ്വന്തം രക്തത്തിൽ പിറന്ന മക്കൾ തങ്ങൾക്കെതിരായിട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഒരു അപ്പനെ സംബന്ധിച്ച് ഒരു അമ്മയെ സംബന്ധിച്ച് മനസ്സിലാക്കാനായിട്ട്? ഇവിടെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് 107-ാം സങ്കീർത്തനം 20-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, അവൻ തന്റെ വചനമയച്ചവർക്ക് സൗഖ്യം കൊടുത്തു. അവൻ തന്റെ വചനമയച്ച് അവർക്ക് സൗഖ്യം കൊടുത്തു. യോഹന്നാന്റെ സുവിശേഷം 15 മുതൽ നമ്മൾ അത് തന്നെയാണ് വായിക്കുന്നത്. ഞാൻ പറഞ്ഞ വചനങ്ങൾ നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. നാം ഇപ്പോൾ കേൾക്കുന്ന ഈ വചനം കേട്ടുകൊണ്ടിരിക്കെ തന്നെ ദൈവം നമ്മുടെ ചിന്തയെ മാറ്റിക്കൊണ്ടിരിക്കുക. നമ്മുടെ നിഷേധാത്മകമായ ചിന്തകളെ, നമ്മുടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ ദൈവമായ കർത്താവ് തൻ്റെ വചനം നൽകിക്കൊണ്ട്, ശുദ്ധമായ വചനം നൽകിക്കൊണ്ട്, ശുദ്ധമായ ചിന്ത നൽകിക്കൊണ്ട് ഡയാലിസിസ് നടത്തി അശുദ്ധ രക്തത്തെ മാറ്റി ശുദ്ധരക്തം നമ്മിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കളോട് പണ്ട് കാർന്നവന്മാർ തന്നെ പറഞ്ഞു തന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുത് എന്ന്. മാവിൽ പൂവിട്ടെന്നോർത്തുകൊണ്ട് ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ കായ്ക്കാം, ചിലപ്പം പൂത്താൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഫലം കിട്ടിയെന്നിരിക്കും. അത് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് ഈശോ പറഞ്ഞത്, നിങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യുക, അതിനുശേഷം പ്രയോജനമില്ലാത്ത ദാസന്മാരായി കരുതിക്കൊള്ളണമെന്ന്. കാരണം 21-ാം നൂറ്റാണ്ട് സഹനങ്ങളുടെ നൂറ്റാണ്ടാണ്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം കേരള സഭയ്ക്ക് ദൈവം തമ്പുരാൻ സഹനങ്ങളുടെ മധ്യസ്ഥയായിട്ട് വിശുദ്ധ അൽഫോൻസാമ്മയെ തന്നെ നൽകിയത്. നമ്മളൊക്കെ ഇന്നൊരു സഹനങ്ങളുടെ നൂറ്റാണ്ടിലേക്ക് കടന്നുകൊണ്ടിരിക്കുക. ചിറകിൽ തീ പിടിച്ച മനുഷ്യരായി ഇന്ന് മലയാളികൾ. എവിടെ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാലും ചിറകിൽ തീ പിടിച്ചിട്ട. ഈ ചിറകിൽ തീ പിടിച്ചു കഴിഞ്ഞാൽ എന്തുമാത്രം പറന്നു തീരാൻ സാധിക്കും നമുക്കാർക്കും അറിയത്തില്ല. അഗ്നി വിഴുങ്ങിയ പക്ഷിയെപ്പോലെ ബഹളമാണ്, അസ്വസ്ഥതയാണ്. കാരണം ബന്ധങ്ങളെല്ലാം തകർന്നു. വീട്ടിലേക്ക് കയറി വരാനായിട്ട് ഇന്ന് പലപ്പോഴും മക്കൾക്ക് താല്പര്യമില്ല, മാതാപിതാക്കൾക്ക് താല്പര്യമില്ല. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഒരു കുടുംബാന്തരീക്ഷത്തിലേക്ക് എങ്ങനെ കടന്നു വരാനായിട്ട് സാധിക്കും? അപ്പോൾ ഈ വ്യക്തി തന്നെ പറയുകയാണ്, ഈ മകൾ ഇനി അവധിക്ക് വന്ന ശേഷം തിരിച്ചു പോയ ശേഷമേ എനിക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു സ്വസ്ഥതയുള്ളൂ എന്ന് പറയുന്ന അനുഭവം. അപ്പൊ ഇങ്ങനെയുള്ള തിക്ത അനുഭവങ്ങളുടെ നടുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം മാത്രമേ നമുക്ക് ആശ്വാസം നൽകുകയുള്ളൂ.
അതുകൊണ്ടാണ് വിജ്ഞാന പുസ്തകം 16:12 ദൈവമായ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്നത് മരുന്നോ ലേപനൌഷധവും അല്ല, ദൈവത്തിന്റെ വചനമാണ് നമുക്ക് സൗഖ്യം നൽകുന്നത്. ഈ ഇരിക്കുന്ന നമ്മൾ, ദ മോർ യു ഫർഗീവ് ദ മോർ യു വിൽ ബിക്കം ഡിവൈൻ. നീ എന്തുമാത്രം ക്ഷമിക്കുന്നവോ അത്രയും നീ ദൈവമക്കളായിട്ട് തീരും. മരിച്ചുകൊണ്ട് ദൈവമകളായി തീരുക, മരിച്ചുകൊണ്ട് ദൈവമകനായിട്ട് തീരുക. അതുകൊണ്ടാണ് ശതാധിപൻ പറഞ്ഞത്, ഇവൻ സാക്ഷാൽ ദൈവപുത്രന. ദൈവപുത്രന് മാത്രമേ ഈ തരത്തിൽ വേദനിപ്പിക്കുന്നവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ വലിയൊരു ടെൻഷനാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഇനിയും ദൈവമക്കളായി തീർന്നിട്ടില്ല എന്ന് വീണ്ടും യോഹന്നാൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. മരിച്ചുകൊണ്ട് മകളായി തീരുക, മരിച്ചുകൊണ്ട് മകളായി തീരുക. മനുഷ്യപുത്രി മരിച്ച ദൈവപുത്രിയായി മാറേണ്ടിയിരിക്കുന്നു, മനുഷ്യപുത്രൻ മരിച്ച് ദൈവപുത്രനായി മാറേണ്ടിയിരിക്കുന്നു. ക്ഷമിച്ചുകൊണ്ട് നമുക്ക് മനുഷ്യരായി തീരാം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ധാരാളം ഉപകാരങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്ത പല വ്യക്തികളുണ്ട്. മക്കൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി, ഇങ്ങനെയുള്ള വിവിധ മേഖലകളിൽ എന്തുമാത്രം നന്മ ചെയ്ത ജീവിതങ്ങളായിരിക്കുന്നത്, എന്തുമാത്രം നന്മ ചെയ്ത മനുഷ്യരാണ് നമുക്ക് ചുറ്റുപാടുള്ളത്. പക്ഷെ പലപ്പോഴും ഇതെല്ലാം കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ആരോട് ചൊല്ലും ഈ ദുഃഖങ്ങളൊക്കെയും? ശ്രീയേശുനാഥ യേശുനാഥ എന്ന് പറഞ്ഞതുപോലെ തമ്പുരാന്റെ മുമ്പിലിരുന്ന് മാത്രം കരയാനേ സാധിക്കുകയുള്ളൂ. കാരണം വളർത്തിക്കൊണ്ടുവന്നവർ തിരിഞ്ഞ് തൊഴിക്കുന്ന ധാരാളം അനുഭവം. അതുകൊണ്ടാണല്ലോ നമ്മൾ വചനത്തിൽ വീണ്ടും വായിക്കുന്നുണ്ട്, ഇസ്രായേൽ കൊഴുത്ത് മല്ലനായി കഴിഞ്ഞപ്പോൾ അവൻ തന്നെ വളർത്തിയ ദൈവത്തെ തിരിഞ്ഞു തൊഴിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതുപോലെ തന്നെയാണ് വിജ്ഞാന പുസ്തകം 13-ാം അധ്യായത്തിലെ 1-ാമത്തെ വചനത്തിൽ വീണ്ടും ഒരു സൂചനയുണ്ട്. അത് മറ്റൊന്നുമല്ല, ശില്പത്തിൽ ശ്രദ്ധ പതിച്ച് അവർ ശില്പിയെ തിരിച്ചറിഞ്ഞില്ല. ശില്പത്തിൽ ശ്രദ്ധ പതിച്ച് അവര് ശില്പിയെ തിരിച്ചറിഞ്ഞില്ല. അനുഗ്രഹങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ അനുഗ്രഹങ്ങൾ തന്നവനെ മറക്കുന്ന ഒരുപാട് വ്യക്തികളെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അനുഗ്രഹങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ അനുഗ്രഹദാതാവിനെ മറന്നിട്ട്, ദാതാവിനെ മറന്നിട്ട് ദാനത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സമൂഹത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്ഷമിക്കുക എന്ന് പറയുന്നത് മനസ്സിലാക്കുകയാണ്. എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ പൂർത്തിയാക്കി. അതുകൊണ്ടാണ് ഈശോ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 4-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പിതാവെ അങ്ങെന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കിക്കൊണ്ട് ഞാൻ ഈ ഭൂമിയിൽ അങ്ങയെ മഹത്വപ്പെടുത്തി. മാതാപിതാക്കളെ സംബന്ധിച്ച് ഇത് തന്നെയാണ് പറയുവാൻ സാധിക്കുക. മക്കളെ വളർത്തിക്കൊണ്ടുവരിക, അവർക്ക് വിദ്യാഭ്യാസവും വിവരവും കൊടുക്കുക, ദൈവത്തെയും കൊടുത്ത് വളർത്തുക എന്നുള്ളത് ഞങ്ങളുടെ കടമയായിരുന്നു. അത് ഞങ്ങൾ പൂർത്തിയാക്കി. ഇനി അവരുടെ ഉത്തരവാദിത്തമാണ് ഈ സ്നേഹത്തിന് പ്രതിസ്നേഹം നൽകുക എന്നുള്ളത്. അല്ലെങ്കിൽ മക്കളോട് പലപ്പോഴും വിദ്വേഷം വെച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്ന, വിരോധം വെച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്ന അനേകം മാതാപിതാക്കളെ നമുക്കിന്ന് കാണാൻ സാധിക്കും. ക്ഷമിക്കുക, മനസ്സിലാക്കുക. കൃപയില്ലാത്ത എൻ്റെ മകൾ അങ്ങനെ ചെയ്യുന്നു, കൃപയില്ലാത്ത എൻ്റെ മകൻ അങ്ങനെ ചെയ്യുന്നു, എൻ്റെ ജീവിതത്തിൽ കൃപ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വലിയ ഒരു തിരിച്ചറിവ്, അറിവ് മാത്രം പോരാ, വലിയൊരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മളും തമ്പുരാന്റെ മുന്നിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കും, അവനെ നോക്കിയവരൊക്കെ പ്രകാശത്തിലായി. 12 ശിഷ്യന്മാരും ഓടി ഒളിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം, താൻ വളർത്തിക്കൊണ്ടുവന്നവർ ആരും തന്നെ സപ്പോർട്ട് ചെയ്യാനില്ലാതെ വരുന്ന അവസരങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ, സങ്കടങ്ങളുടെ ഗത്സമനിയിൽ നമ്മൾ തന്നെ നിൽക്കേണ്ടി വരുന്ന അനുഭവത്തിൽ look to him and be radiant, അവനെ നോക്കി പ്രകാശിതരായി തീരുക. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ തഴയപ്പെട്ടവരായി തീർന്ന അനുഭവങ്ങൾ ഉണ്ടാവാം, തള്ളിപ്പറയപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകാം, നമ്മളെ തോൽപ്പിക്കപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകാം, നമ്മളെ വെറും വസ്തുക്കളായിട്ട് കണ്ട ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം, നമ്മളെ അഭിനന്ദിക്കാത്തവരുണ്ടാവാം, നമ്മളെ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചവർ കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരു പിടി വ്യക്തികളെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ കുരിശിന്റെ ചുവട്ടിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ, പിതാവേ ഇവർ ചെയ്തത് എന്തെന്ന് അവർ അറിഞ്ഞില്ല, അവരോട് ക്ഷമിക്കണമേ എന്ന്. ഇതുപോലെ തന്നെ നമ്മൾ വേദനിപ്പിച്ച എന്തുമാത്രം വ്യക്തികളുണ്ട്. ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. ദൈവം തമ്പുരാനോട് കൂടെ വസിക്കുക, വചനത്തോട് കൂടെ വസിക്കുക. വചനത്തോട് കൂടെ വസിച്ചു കഴിയുമ്പോൾ, വചനം നമ്മിലായി കഴിയുമ്പോൾ നമ്മിൽ സംഭവിക്കുന്ന 4 കാര്യങ്ങളാണ്. 1, ദുഷ്ടതയുടെ കെട്ടുപൊട്ടും. 2, നുകത്തിന്റെ കയറുകൾ അഴിഞ്ഞു പോകും. 3, മർദ്ദിതരായിട്ടുള്ള വ്യക്തികളെയൊക്കെ നമ്മൾ സ്വതന്ത്രരാക്കും. നമ്മുടെ മനസ്സിന്റെ ജയിലിൽ പലതരത്തിലുള്ള ആൾക്കാർ കിടപ്പുണ്ട്. റിമാൻഡ് തടവുകാർ കിടപ്പുണ്ട്, ജീവപര്യന്തം കണ്ണു തടവിന് ശിക്ഷിക്കപ്പെട്ടവരുണ്ട്, അല്ലെങ്കിൽ കരുതൽ തടങ്കലിന് വേണ്ടി പിടിക്കപ്പെട്ടവരുണ്ട്, മുൻകൂർ പ്രശ്നം ഉണ്ടാക്കുമെന്ന് കണ്ടുകൊണ്ട് ചില അകത്തിട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒത്തിരി വ്യക്തികളെ പുറത്തേക്ക് വിടാനുണ്ട്. ഗ്രീക്ക് ഭാഷയിൽ ക്ഷമിക്കുക എന്ന വാക്കിന് 3 വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. ഒന്ന് അഫീമി എന്നൊരു വാക്ക് ഉപയോഗിക്കാം. അഫീമി എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം കടം ഇളച്ചു കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് അപ്പലു എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട് ഗ്രീക്ക് ഭാഷയിൽ. അപ്പലു എന്ന വാക്കിന്റെ അർത്ഥം ജയിൽ തുറന്നു വിടുക എന്നുള്ളതാണ്.
ക്ഷമിക്കുക സമം ജയിൽ തുറന്നു വിടുക. നമ്മുടെ മനസ്സിന്റെ ജയിലിൽ നിന്ന് മക്കൾ തൊട്ട് മാതാപിതാക്കൾ തൊട്ട് മരുമക്കളായിരിക്കാം, ഇങ്ങനെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ബന്ധങ്ങളുള്ള ഒരുപാട് വ്യക്തികളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അവരോടെയൊക്കെ ഈ മനസ്സിന്റെ ജയിലിൽ നിന്നും തുറന്നു വിടാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് ഈ ഉത്തിതന്റെ മഹത്വത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുക. ഒരു മനുഷ്യ വ്യക്തിയുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും നശിപ്പിച്ചു കളയാനായിട്ട് വെറുപ്പിന് സാധിക്കുമെന്ന് ഹെബ്രായ ലേഖനം 12-ാം അധ്യായത്തിലെ 14-ാമത്തെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിദ്വേഷത്തിന്റെ വേര് വളർന്നാൽ കൃപ നഷ്ടമാകാൻ സാധ്യതയുണ്ട്. വിദ്വേഷത്തിന്റെ വേര് വളർന്ന് കൃപ നഷ്ടമാകും. മനസ്സ് മരവിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഹൃദയം കഠിനമായി തീരാൻ സാധ്യതയുണ്ട്. ഭയം കൊണ്ട് നിറയും, അസ്വസ്ഥത കൊണ്ട് നിറയും. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ വീണ്ടും 4-ാം അധ്യായത്തിൽ 26-ാമത്തെ വചനത്തിൽ പൗലോസ് പറയുന്നത്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് പറഞ്ഞങ്ങ് തീർത്തേരെ. സൂര്യാസ്തമയത്തിന് മുമ്പ്, കാരണം നാളെ നമ്മൾ എഴുന്നേൽക്കുമോ എന്നറിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്കൊക്കെ പറയുവാനായിട്ട് സാധിക്കുമോ, അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിൽ അല്ലെങ്കിൽ അടുത്ത മാസം ഇതുപോലൊരു വചന ശുശ്രൂഷയിൽ എനിക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കുമെന്ന്? അതുകൊണ്ട് ജീവിതത്തിന്റെ അന്ത്യം ഓർത്ത് ക്ഷമിക്കാനായിട്ട് പ്രഭാഷകന്റെ പുസ്തകം 28-ാം അധ്യായത്തിൽ 2, 4, 6 വാക്യങ്ങളിലായിട്ട് 3 കാര്യങ്ങൾ പറയുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം 28-ാം അധ്യായം 2-ാമത്തെ വചനത്തിൽ പറയുകയാണ്, തന്നെ പോലെയുള്ളവരോട് കരുണ കാണിക്കാതെ നിനക്കെങ്ങനെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കും? കരുണ കാണിക്കാതെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ കിട്ടില്ല. വീണ്ടും 4-ാമത്തെ വചനത്തിൽ പറയുകയാണ്, തന്നെ പോലെയുള്ളവരോട് ക്ഷമിക്കാതെ നിനക്കെങ്ങനെ ക്ഷമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കും? വീണ്ടും 6-ാമത്തെ വചനത്തിൽ ആത്മാവിൽ മടവില്ല തീർക്കുന്ന വചനം പറയുകയാണ്. പ്രഭാഷകൻ 28:6, ജീവിതത്തിന്റെ അന്ത്യോർത്തെങ്കിലും നമ്മൾ ക്ഷമിക്കണമെന്ന്. ജീവിതത്തിന്റെ അന്ത്യോർത്തെങ്കിലും ക്ഷമിക്കണം. ഒരു നല്ല മരണം കിട്ടാൻ വേണ്ടിയെങ്കിലും നമ്മൾ ക്ഷമിക്കണമെന്ന്. മറ്റുള്ളവരോട് മനസ്സിലാക്കുക. മറ്റുള്ളവരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃപയില്ലാത്തത് കൊണ്ടാണ് അവർ ചെയ്തതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിന്റെ ജയിലിൽ നിന്ന് ഇവരെയൊക്കെ നമുക്ക് തുറന്നുവിടാനായിട്ട് സാധിക്കും. നമ്മൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും എന്നെയും നിങ്ങളെയും അടക്കുവാനുള്ള പെട്ടി ഉണ്ടാക്കുന്ന മരം ഈ ഭൂമിയിൽ എവിടെയോ വളരുന്നുണ്ട്. എന്റെയും നിങ്ങളുടെയും മൃതനമസ്കാര ശുശ്രൂഷയ്ക്ക് ആവശ്യമായിട്ടുള്ള പെട്ടി ഉണ്ടാക്കാനുള്ള മരം ഈ ഭൂമിയിൽ എവിടെയോ വളരുന്നുണ്ട്. ആ മരം ഇതിനകം തന്നെ നമ്മളെ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട്, നീ ഇങ്ങനെ വിരോധവും വിദ്വേഷവുമായിട്ടൊക്കെ നടന്നോ, നിന്നെ ഞാൻ അകത്താക്കിക്കൊള്ളാമെന്ന്. ജീവിതത്തിന്റെ അന്ത്യം ഓർത്തെങ്കിലും ക്ഷമിക്കാനായിട്ട് സാധിക്കട്ടെ. നമ്മൾ പലപ്പോഴൊക്കെ പറയാറുണ്ട് ദുർമരണങ്ങൾ സംഭവിച്ചുവെന്ന്. ഒരു വണ്ടി അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ, ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും പല ആൾക്കാർ പറയാറുണ്ട് ദുർമരണം സംഭവിച്ചു, ദുർമരണം സംഭവിച്ചു എന്ന്. ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് അങ്ങനെ ഒരു ദുർമരണമേ ഇല്ല. എന്നാൽ ഒരു ദുർമരണം ക്രൈസ്തവ വിശ്വാസം അനുസരിച്ചുണ്ട്. ക്ഷമയില്ലാതെ വിദ്വേഷത്തോടു കൂടി വിരോധത്തോടു കൂടി ഇരിക്കുന്ന അവസരത്തിൽ നമ്മൾ മരിച്ചാൽ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ദുർമരണം നമ്മുടേതായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിശുദ്ധ ദൈവാലയത്തിലേക്ക് നമ്മുടെ മൃതശരീരം കൊണ്ടുവന്ന് വെച്ചിട്ട് അണവാതിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ ആരും നമ്മുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് പറയാതിരിക്കട്ടെ, ചേട്ടാ ചേട്ടത്തി നമ്മുടെ കാര്യം ഒന്ന് പരിഹരിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുന്ന ഉത്തരിപ്പ് കടം വരുത്തി വെക്കാതെ കടന്നു പോകാനായിട്ട് സാധിക്കണമെങ്കിൽ ഇവിടെ ഇരുന്നു കൊണ്ട് ഈ വചനത്തിന്റെ പൊരുളൊന്ന് മനസ്സിലാക്കി തരണമേ എന്ന് നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കാം. യേശു തമ്പുരാനോട് കൂടി നമുക്കും പ്രാർത്ഥിക്കാം. പിതാവേ, അവർ ചെയ്തതെന്തെന്ന് അവർ അറിഞ്ഞില്ല, അവരോട് ക്ഷമിക്കണമേ എന്ന്. ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരുടെ നമ്മുടെ ശരീരത്തിലും ആത്മാവിലും സൗഖ്യം നിറയുകയാണ്. ക്ഷമയിലൂടെ സൗഖ്യം ലഭിക്കുന്നത് ഈ വിധത്തിലാണ്. വിരോധമുള്ളവരോട് നമ്മൾ ആ വിരോധത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃപയില്ലാത്ത ഒരു നിമിഷത്തിൽ അവർക്ക് തെറ്റുപറ്റി, കൃപയില്ലാത്ത ഒരു നിമിഷത്തിൽ നമുക്കും തെറ്റുപറ്റി. നമ്മളൊക്കെ മനുഷ്യരാണ്. അതുകൊണ്ട് ക്ഷമയെന്ന് പറയുന്ന ഒരു കലയാണ്. ഒരു ഫോട്ടോഗ്രാഫർ ആദ്യമായിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ പഠിക്കുമ്പോൾ പല വിധത്തിലും പലതരത്തിലും ഒക്കെ എടുത്തു നോക്കുമ്പോൾ ചില അപൂർണതകളും അപാകതകളും ഒക്കെ കാണാൻ സാധിക്കും. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ നിരന്തരമായ പരിശീലനത്തിലൂടെ പ്രാക്ടീസിലൂടെ ആ വ്യക്തിക്ക് നല്ല സുന്ദരമായ രീതിയിൽ ഫോട്ടോ എടുക്കാൻ സാധിക്കും എന്ന് പറഞ്ഞതുപോലെ പറയുന്ന ഫോർഗീവിങ് ഈസ് ആൻ ആർട്ട്. ക്ഷമയെന്ന് പറയുന്ന ഒരു കലയാണ്. നമുക്കിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട വലിയൊരു കലയാണ് ക്ഷമയെന്നുള്ളത്. നമുക്കറിയാൻ സാധിക്കും, ചോദിച്ച കാര്യം കിട്ടിയില്ലെങ്കിൽ ആ നിമിഷത്തിൽ തന്നെ ജീവിതത്തെ തച്ചുടയ്ക്കുന്ന മക്കളുടെ സംസ്കാരമായിരുന്നു. ആരെങ്കിലും ഒന്ന് കളിയാക്കിയാൽ വിട്ടുകൊടുക്കില്ല, ആരെങ്കിലും ഒന്ന് ചെറുതാക്കിയാൽ വിട്ടുകൊടുക്കില്ല. +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുവാവ്, അവനൊരു ബൈക്കിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. എതിരെ പോകുന്ന ഒരു ബൊളേറോ ജീപ്പില് കുറെ വ്യക്തികൾ അവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ബൊളേറോ ഈ വണ്ടിയിലുള്ള വ്യക്തികൾ, ഈ ജീപ്പിലുള്ള വ്യക്തികൾ ഈ ബൈക്കിന് പോകുന്ന പയ്യനെ കളിയാക്കിയാണ്. ഇവൻ മാക്സിമം സ്പീഡ് കൂട്ടാൻ ശ്രമിക്കുകയാണ്. അപ്പം സ്പീഡ് കൂട്ടിയിട്ടൊന്നും ഒരിക്കലും ഈ പയ്യന്, ഈ +2 കാരണം ഇവന്റെ ബൈക്ക് കൊണ്ട് ഈ വണ്ടിയെ ഓവർടേക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഈ വണ്ടിയിലിരുന്ന പെൺകുട്ടികളൊക്കെ ഇവനെ കളിയാക്കി ചിരിക്കാനായിട്ട് തുടങ്ങി, കൈകൊണ്ട് ആംഗ്യങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങി. ഈ വാശിക്ക് എങ്ങനെയെങ്കിലും ഈ വണ്ടിക്ക് ഓവർടേക്ക് ചെയ്യാനായിട്ട് ഈ +2കാരൻ ശ്രമിക്കുകയാണ്. അവന് വളരെ സ്പീഡിൽ ഓവർടേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ എതിർവശത്തു നിന്ന് വരുന്ന ഒരു അംബാസഡർ കാറിഞ്ഞ് വരികയാണ്. സിനിമയിലൊക്കെ കാണുന്നതിൽ ഒരു 10-20 അടി ഉയർന്ന് പൊങ്ങി
ഈ ബൈക്ക് താഴോട്ട് വീണ് ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ ഈ 17 വയസ്സുകാരൻ മരിക്കുകയാണ്. ഇന്ന് നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും, ഒരു വർഷം ഏകദേശം 4000-ഓളം പേരാണ് റോഡപകടങ്ങളിൽ മരിക്കുന്നത്. 4000-ഓളം പേർ റോഡപകടങ്ങളിൽ മരിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു കാരണം പലപ്പോഴും സൂക്ഷിച്ച് നിരീക്ഷിച്ച് നമുക്ക് കാണാൻ സാധിക്കും, അല്പം ഒന്ന് വിട്ടുവീഴ്ച ചെയ്യാനായിട്ട്, അല്പം ഒന്ന് ക്ഷമിക്കാനായിട്ട്, എതിരെ വരുന്നവരൊന്ന് കടന്നു പോയിക്കോട്ടെ, അല്ലെങ്കിൽ എന്നെക്കാളുടെ സ്പീഡ് കൂട്ടി കടന്നവർക്ക് അല്പം ഒന്ന് വഴിമാറിക്കൊടുക്കാൻ നമുക്കിന്ന് തയ്യാറല്ല. അതുകൊണ്ടാണല്ലോ നമുക്കിത് പലപ്പോഴും കാണാൻ സാധിക്കുന്നത്, ചോദിച്ച കാര്യം കിട്ടിയില്ലെങ്കിൽ എനിക്കിപ്പോൾ കിട്ടണം, അത് ഇപ്പോൾ തന്നെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ജീവൻ ഉടച്ചു കളയുമെന്ന് പേടിപ്പിക്കുന്ന മക്കളാണ്. ക്ഷമയുടെ ഗൃഹപാഠങ്ങൾ ഇനിയും നമ്മുടെ കുടുംബത്തിൽ ധാരാളം ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് മനുഷ്യർക്ക് വിദ്യാഭ്യാസം ഉണ്ടെന്ന് ഓർത്തുകൊണ്ട് പലപ്പോഴും അവർ കാണിക്കുന്ന പല പ്രവൃത്തികളും, അതായത് നീതിക്ക് നിരക്കാത്തതും അതോടൊപ്പം തന്നെ നെറിവുകേട് കാണിക്കുന്ന ധാരാളം അനുഭവങ്ങൾ നമുക്കിന്ന് കാണാനായിട്ട് സാധിക്കും. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വലിയധികം വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്, ഡിഗ്രി ഉണ്ടെന്നൊക്കെയുള്ളത് പരമസത്യമാണെങ്കിലും മറുവശത്ത് അടിസ്ഥാന ഗുണങ്ങളായ ക്ഷമിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും സഹജീവിയോട് മനസ്സിലാക്കാനായിട്ടും സാധിക്കാത്ത അവസരങ്ങൾ. ഒരു കാര്യം ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അസ്വസ്ഥതയായി കഴിഞ്ഞു, ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യം നടന്നില്ലെങ്കിൽ വിഷമമായി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ കുടുംബജീവിതത്തിലും വ്യക്തിജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ഇങ്ങനെയുണ്ടാകുന്ന ധാരാളം പ്രശ്നങ്ങളുടെ മുമ്പിൽ ഈശോ മിശിഹ നമ്മളെ പഠിച്ച ലൂക്കാസ് സുവിശേഷം 23:34 ഈശോ നമ്മളെ പഠിപ്പിച്ച ഈ മരണമന്ത്രം നമ്മുടെ നാവിൽ ഒരിക്കലും മായാതിരിക്കട്ടെ. എന്നും നമുക്ക് പ്രാർത്ഥിക്കാം, പിതാവേ അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ എന്ന്. പിതാവേ ഞാൻ ചെയ്തത് എന്തെന്ന് ഞാൻ അറിഞ്ഞില്ല, എന്നോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ കുരിശിന്റെ ചുവട്ടിലേക്ക് നമുക്ക് നീങ്ങി നിൽക്കാം. 34-ാം സങ്കീർത്തനം 5-ാം വചനത്തിൽ നമ്മൾ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞതുപോലെ തന്നെ അവനെ നോക്കിക്കൊണ്ട് നമുക്കും പ്രകാശിതമായി തീരാം. വിരിച്ച കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈശോ ലോകത്തിന് മുഴുവൻ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിച്ചു. തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടിയും തന്നെ വേദനിപ്പിച്ചവർക്ക് വേണ്ടിയും തൻ്റെ മുഖത്ത് തൊപ്പിയവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവിടുന്ന് പ്രാർത്ഥിച്ചെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ ചില നിമിഷങ്ങളിൽ ഈ കുരിശാണ് നമുക്ക് ആശ്വാസം നൽകുന്നത്. ശങ്കർ ദയാൽ ശർമ്മ, ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ശങ്കർ ദയാൽ ശർമ്മയുടെ മരുമകനെ തീവ്രവാദികൾ വെടിവെച്ചു വന്ന അവസരത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആകുലപ്പെട്ടു അസ്വസ്ഥമായിട്ട് ഈ മനുഷ്യനിരിക്കുമ്പോൾ രാഷ്ട്രപതി ഭവനിലെ കുരിശുരൂപത്തിൻ്റെ ഒരു ക്രൂശിത രൂപത്തെ പടത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടങ്ങളുടെ നിമിഷത്തിൽ എനിക്ക് ആശ്വാസം കിട്ടിയത് ഈ ക്രൂശിതൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് എനിക്ക് ചൈതന്യം ഞാൻ സ്വീകരിച്ചപ്പോഴാണ്. ഗാന്ധിയുടെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, സകല സമരങ്ങളിൽ തനിക്ക് ബലം കിട്ടിയത് ഈ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നപ്പോഴാണെന്നുള്ളത്. അബ്രഹാം ലിങ്കൻ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട വചനമാണ് 34-ാം സങ്കീർത്തനം 5-ാം വചനം. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന് ഏറ്റവും അധികം പ്രതീക്ഷ കൊടുത്തൊരു വചനമാണ് സങ്കീർത്തനം 34-ാം സങ്കീർത്തനം 5-ാം വചനം. അവരെ നോക്കിയപ്പോൾ ഞാൻ പ്രകാശിതമായി. നമുക്കും സങ്കടങ്ങളുടെ നിമിഷത്തിൽ അവനിലേക്ക് നോക്കാം. മുറിപ്പെടുത്തിയവന്റെ മുഖത്തേക്കല്ല സഹോദരങ്ങളെ നോക്കേണ്ടത്, നമ്മളെ സുഖപ്പെടുത്തുന്ന കർത്താവിലേക്കാണ്. കാരണം 10,000 താലന്ത് ഇളച്ചു കിട്ടപ്പെട്ട നമ്മൾ ഇന്ന് 10 താലന്ത് ഇളച്ചു തരാത്തവരുടെ പിന്നാലെ ഓടിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഈശോ പഠിപ്പിച്ച ഒറ്റ പ്രാർത്ഥനയിൽ ഈ മർമ്മം പറഞ്ഞുകൊണ്ടാണ് അവിടുന്ന് പ്രാർത്ഥിച്ചത്, പിതാവേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്നാണ് ഈശോ പഠിപ്പിച്ചത്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന്. അപ്പോൾ ഈ ക്ഷമയെന്ന കലയിൽ വളരുവാനായിട്ടാണ് നമുക്കിന്ന് തമ്പുരാനോട് പ്രാർത്ഥിക്കേണ്ടത്. മറ്റുള്ളവരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കാരെയും വെറുക്കാനാവില്ല. ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലൂടെ നമ്മൾ കടന്നു വന്നപ്പോൾ ഒത്തിരി തിരസ്കരണത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലരൊക്കെ നമ്മളെ തിരസ്കരിച്ചിട്ടുണ്ടാവാം, വേറെ ചിലർ നമ്മളെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടാവാം, ഒരുപക്ഷെ ജീവിച്ചവരും മരിച്ചവരുമായ പല വ്യക്തികളുണ്ടാവാം. തിരുസന്നിധിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് അവർക്കൊക്കെ മാപ്പ് കൊടുത്തുകൊണ്ട് മനസ്സിൻ്റെ ജയിലിൽ നിന്നും പുറത്തു വിട്ടു കഴിഞ്ഞാൽ പുതിയൊരു പ്രതീക്ഷയായി. നമ്മുടെ ഈ ചിന്തകളെ നമ്മൾ വീണ്ടും ഇവിടെ ചുരുക്കുകയാണ്. വെറുത്തുകൊണ്ട് അകലാതെ പൊറുത്തുകൊണ്ട് അടുക്കുക, പൊരുതി അകലാതെ ക്ഷമിച്ചുകൊണ്ട് അടുക്കുക. ഓറിസായിൽ നമുക്കറിയാൻ സാധിക്കും, ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന മിഷണറിയെ തീവ്രവാദികൾ ധാരാസിംഗും കൂട്ടരും തീവച്ച് നശിപ്പിച്ച് കൊന്നുകളഞ്ഞ സാഹചര്യത്തിൽ ഗ്ലാഡിസ് സ്റ്റെയിൻസ് തൻ്റെ ഭർത്താവിനെയും തൻ്റെ മക്കളായ ഫിലിപ്പ്, തിമോത്തി എന്ന് പറയുന്ന 2 കുഞ്ഞുങ്ങളുടെയും അങ്ങനെ 3 പേരുടെ കത്തിക്കരിഞ്ഞ അസ്ഥി കഷ്ണങ്ങൾ 3 ശവപ്പെട്ടികളിൽ നിരത്തി വെച്ച് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ പറഞ്ഞ കാര്യം നമ്മളൊക്കെ പത്രങ്ങളിലൂടെയും മാസികകളിലൂടെയൊക്കെ കേട്ടതാണ്. ആ ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ ഭാര്യ ഗ്ലാഡിസ് സ്റ്റെയിൻസ് പറഞ്ഞു, എന്നെയും എൻ്റെ ഭർത്താവിനെയും 2 കുഞ്ഞുങ്ങളെ ഈ തരത്തിൽ നശിപ്പിച്ച ഘാതകരോട് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ക്ഷമിക്കുകയാണെന്ന്. ഒരുപക്ഷെ കാൽവരിയിലെ മരക്കുരിശിൽ കിടന്ന് യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇന്ത്യൻ മണ്ണിൽ ഈ തരത്തിൽ പ്രാർത്ഥിച്ചതൊരു സ്ത്രീയാണ്. റാണിമരിയെ കൊന്ന മനുഷ്യൻ സമീന്ദർ സിംഗ് അദ്ദേഹത്തെ റാണിമരിയയുടെ വീട്ടിൽ വന്ന അവസരത്തിൽ റാണിമരിയുടെ അമ്മ ഈ ഘാതകനായ മനുഷ്യന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ പൊന്നുമകളുടെ ജീവനെടുത്ത ഈ കയ്യിൽ ഞാനൊന്ന് ചുംബിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ മകളെ കൊന്ന
ആ മനുഷ്യന്റെ സമീന്ദർ സിംഗിന്റെ കൈമുത്തിയ ചരിത്രം പത്രങ്ങളിലൂടെ വായിക്കുകയുണ്ടായി. ഇന്ന് ഈ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 10,000 താലന്ത് ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഇളച്ചു കിട്ടിയവരാണ് നമ്മൾ. അതിനാൽ ഈ ഇളച്ചു കിട്ടിയത് നമുക്ക് ഇളച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും ഇളച്ചു കൊടുക്കാനായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ മുഖത്ത് തുപ്പിയവരോടും തൻ്റെ മുഖം വികൃതമാക്കിയവരോടും ക്ഷമിച്ച കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹം ഞങ്ങളുടെ മനസ്സുകളിലേക്ക് കടന്നു വരട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുക്കുരിശിൽ നോടുന്ന തിരുരക്തത്തിൻ്റെ ശക്തിയാൽ എല്ലാ വിരോധത്തിൻ്റെയും വെറുപ്പിൻ്റെയും കെട്ടുകൾ ഞങ്ങൾ ഇന്ന് വിട്ടുമാറട്ടെ. അവൻ തൻ്റെ വചനമയച്ചവർക്ക് സൗഖ്യം കൊടുത്തു. കർത്താവായ യേശുവേ, നിന്റെ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെ ഉപദ്രവിച്ച വ്യക്തികളോട് ക്ഷമിക്കുവാനുള്ള കൃപ നൽകണമേ. ഞങ്ങളെ നൊമ്പരപ്പെടുത്ത വ്യക്തികളെ മനസ്സിലാക്കുവാനുള്ള കൃപ നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നിരന്തരമായിട്ട് കണ്ണുനീര് നൽകിയ വ്യക്തികളെയെല്ലാം അങ്ങനെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. നിന്റെ കുരിശിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് പ്രിയപുത്രന്റെ ചുടിചോറയിൽ ചവിട്ടി നിന്ന് പ്രാർത്ഥിച്ച അമ്മേ, മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ക്ഷമിക്കുവാനുള്ള കരുത്ത് ഞങ്ങൾക്ക് നൽകണമേ. ക്ഷമിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ നൊമ്പരങ്ങളെയും കർത്താവായ ഈശോയുടെ തിരുക്കുരിശിനോട് ചേർത്തുകൊണ്ട് ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. അന്ധകാര ശക്തികൾ ഞങ്ങളിൽ നിന്ന് നിർവീര്യമായി പോകട്ടെ. പൈശാചിക ശക്തികൾ ഞങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ. ഞങ്ങളെ ബന്ധിക്കുന്ന എല്ലാ വിരോധത്തിൻ്റെ, വിദ്വേഷത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതലും വിമോചനവും നൽകട്ടെ. നമുക്ക് ഈ നിമിഷം ഈശോയോട് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ കുരിശിൽ കിടന്നുള്ള ഈ മരണമന്ത്രം നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യട്ടെ. ക്ഷമിച്ചുകൊണ്ട് മനുഷ്യരാവുക, ക്ഷമിച്ചുകൊണ്ട് സൗഖ്യമുള്ളവരാവുക, ക്ഷമിച്ചുകൊണ്ട് ദൈവപുത്രിയും ദൈവപുത്രനുമായി മാറുക. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കുകയും ചെയ്യാം.